ഈ സ്വർണ്ണം അടിച്ച് മാറ്റിയവനെ എന്ത് വിളിക്കുന്നൊന്നും ഒരു പിടി ഇപ്പോഴും ഇല്ല. അതും എന്നോടൊരാൾ ചോദിച്ചു, എന്തിനാ ഈ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ പോസ്റ്റ് ഇട്ടെ? ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ നിന്ന് തട്ടിച്ച് വിജയ് മല്യ പോയി വിദേശത്ത് താമസിക്കുക, കോടികൾ അല്ലേ? ആ വിജയ് മല്യയുടെ കടം നിങ്ങൾ ഈ മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ച് വീട്ടിക്കൊണ്ടിരിക്കുക, നിങ്ങളും ഞാനും GST വഴി. അയാൾ കൊടുത്തായി 30 കിലോ. അപ്പം പിന്നെ പറയാതിരിക്കുമോ ഞാൻ? മനസ്സിലായോ? നിങ്ങൾ കിടന്ന് അധ്വാനിക്കുക, വിജയ് മല്യയുടെ കടം, റോട്ടോമാക്കിൻ്റെ കടം ഒക്കെ വീട് നമ്മളിവിടെ കിടന്നു, GST PST എന്നൊക്കെ പറഞ്ഞല്ലേ. ഉടൻ ചെല്ലുന്നിടത്ത് ഒരു 4-5 വണ്ടി പോലീസ്. ആൾക്കാരോടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിടെ, ലോകത്ത് ക്ഷണിച്ചാൽ പോലീസ് വരുമോ യോഗം കേൾക്കാൻ? അവരോടെ നിന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇമാർ വരികയില്ല. ഇവിടെ വന്നിങ്ങനെ ചുറ്റും നിൽക്കുക. എനിക്ക് വലിയ സന്തോഷമായി. ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പോലീസുമായിട്ട് യാത്ര. കേരള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പോലീസ് അധികം ഇങ്ങനെ അതിലെല്ലാം പോവാ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടാതെ ഇവിടെ ഏതാണ്ട് വിഷയം നടക്കുമെന്നൊരു കാണാൻ വരുന്നവനുണ്ട്. ഇവിടെ ഒരു അടി നടക്കും, പ്രശ്നം നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്തെന്ന്. കാരണം എന്നെയും പ്രതീക്ഷിച്ച് അവരിങ്ങനെ ഇരിക്കുക. ഞാൻ വേറെ വഴിയിലൂടെ കയറി പ്രസവം കഴിഞ്ഞ് അവിടുന്ന് പോകാനൊക്കെ ഉള്ള ടെക്നിക്ക് നമുക്കുണ്ട്. ഇനിയും പോയില്ലേലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല. സ്തോത്രം. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടിയുണ്ട്, കോടതിയും പോലീസൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മയങ്ങി ഒരു വീഴ്ച. PC ജോർജ് ഒക്കെ ഉണ്ടല്ലോ, വീണ് ബോധം കിട്ടുക. ഞാനൊരുത്തന്നെ കുറച്ച് അങ്ങനെ വീടുന്ന ജന് തല്ലുത്. നീ അങ്ങ് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു, കൊല്ലുവോ തിന്നുവോ പോസ്റ്റ്മോർട്ടം നടത്തുവോ എന്നാ വെള്ളം ചുതളാൻ പറഞ്ഞു. നമ്മളേ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ നിൽക്കുക നമ്മുടെ ശക്തിയിലല്ല. ഈ ശിംശോൻ്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ഓതുകാം? പറഞ്ഞു കൊടുക്കരുത് അവൻ നമ്മുടെ ശക്തി എന്താ പറയരുത്. ഒരു ചോദ്യം വരിക. ഇനി നമ്മൾ ഇത്രയും മുതിർന്നവരൊക്കെ ഉണ്ടല്ല, ഒരു ചോദ്യം. യേശുവിനൊരു ലൈംഗികമായ ചോദനയോ ഒരു സ്ത്രീ സംബന്ധിയായ പരീക്ഷണമോ ഉണ്ടാകുമോ? ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല. എന്താ കാര്യം? പറഞ്ഞുതരാം. ഇവിടെ ഈ രാഹുൽ ഗാന്ധി, ഇവിടെ മുത്തച്ഛൻ മോട്ടിലാൽ നെഹ്റുവിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പ് 27 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്. അത്രയും ദൂരത്ത് സ്ഥലമാണ്. കോടീശ്വരനാണ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ആ കാലത്ത് മധുര കാമരാജ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അമ്മ ജോലിക്ക് പോകുമായിരുന്നതാണ്. ജോലിക്ക് ഒന്നും എടുക്കുകയില്ലായിരുന്നാണ് മുൻ മുഖ്യമന്ത്രി. അങ്ങനെ സിമ്പിളായി ജീവിച്ച മനുഷ്യരുമുണ്ട്, സാധ്യത ഉണ്ടായിട്ടും. അതുകൊണ്ട് അവരൊക്കെ ആദരിക്കപ്പെടുന്നല്ലേ. അവിടെ നെഹ്റു ഇതുപോലെ സമ്പന്നനാണ്. നെഹ്റുവിൻ്റെ കൊച്ചുമോനാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി. ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു 10 സെൻറ്റ് സ്ഥലം കോട്ടയത്ത് തരാമെന്ന്. ഞാൻ പുള്ളി വരുമോ? കാരണം കോട്ടയത്ത് തരാം, നിങ്ങൾ വിളിക്കുക രാഹുൽ ഗാന്ധിയെ, കൊല്ലം റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലം തരാൻ ഞാൻ പുള്ളി വരുമോ? ഇല്ല. എന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ, കൊല്ലത്ത് 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെന്ന് വിളിച്ചു നോക്ക്. അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കാണിച്ചേ. എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ. 10 വേണ്ട. എന്താ കാരണം? നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇത് കണ്ട് കിടക്കുന്നവന് ഈ സ്ഥലം വല്ല വിഷയമാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഒറ്റ വാക്കി പറഞ്ഞാൽ, സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ എന്ത് കാട്ടി പരീക്ഷിക്കാൻ? ഇതാരാണെന്നോർത്താ പരീക്ഷ? ഈ പരീക്ഷയുടെ അർത്ഥം എന്താ? ഇതൊക്കെ കണ്ട യേശുവിന് എന്താ പ്രലോഭനം? യേശുവിൻ്റെ ആ ബോധത്തെ, യേശുവിൻ്റെ അസ്തിത്വത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന ഏത് സുന്ദരിയാണ് ലോകത്തുള്ളത്? ഏറ്റവും സുന്ദരി വരട്ടെ, അവൾ മോശപ്പെട്ട സ്വഭാവമാകട്ടെ, അവൻ ആ മാറോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ അണയ്ക്കും അല്ലേ? അവൾക്ക് ജീവിതത്തിലാദ്യ പിതൃസഹജമായ ജ്യേഷ്ഠസ്ഥാനീയം കൊടുത്ത, പിതാവ് കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം ആ പെണ്ണ് തിരിച്ചറിയും. ജീവിതത്തിലാദ്യം അവൾക്ക് പാപബോധം വരും, അവൾക്ക് കുറ്റബോധം വരും, അവൾ ഒരു പുതുസിറ്റിയായിത്തീരും. അങ്ങനെ ഒരുവനെ ലോകത്തുള്ളൂ, അത് നമ്മുടെ കർത്താവാ. സ്തോത്രം. യേശു പ്രസംഗിച്ച ഭാഷ അരമായിക്കാണ്. അരമായിക്ക്, അരാമിക്കെന്നോ അരമായിക്കെന്നോ പറയാവുന്നൊരു ഭാഷ.
യേശുവിൻ്റെ കേൾവിക്കാരാകട്ടെ ജൂതന്മാരിലെ ഒരു സമൂഹം. കുറച്ചു മാത്രം പ്രസംഗിച്ചു, കുറച്ച് നാൾ മാത്രം പ്രസംഗിച്ചു, ചെറിയൊരു സമൂഹത്തോട് പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുണ്ട്, പക്ഷെ മൊത്തത്തിൽ പോപ്പുലേഷൻ എടുത്താൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയോട്, എണ്ണവും കുറവാണ്. അപ്പം ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇത്ര പ്രസംഗം കഴിഞ്ഞു. യേശു അത്രയൊന്നും പ്രസംഗിച്ചിട്ടില്ല. എല്ലാത്തിലും ഇവർ യേശു ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. പോയത് ചെറുപ്പത്തിൽ ഈജിപ്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുപോയി, ഒരു രാജ്യത്തും പോയിട്ടില്ല. അന്നേരം നമ്മളെപ്പോലൊക്കെ എവിടെയും പോയിട്ട് വന്നിട്ട് പറയും, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ ഞാൻ ഒക്ലഹോമയിൽ വന്ന് നിൽക്കുമ്പോൾ ട്രംപ് അപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നു. ഇങ്ങനെ ഒന്നും പറയാൻ ഒരു പശ്ചാത്തലവും ഇല്ല, അവിടം വിട്ട് പോയിട്ടുമില്ല. യേശു ഒരു പാട്ടും എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, ഒരു ബിൽഡിങ് പണിതില്ല, ഒരു പള്ളി കെട്ടിപ്പൊക്കിയില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയില്ല. അപ്പോൾ ഒരു പാട്ടെഴുതാത്തവനെ പറ്റിയാണ് ഏറ്റവും അധികം പാട്ട്. ഇനി പിറക്കാനിരിക്കുന്ന പാട്ടുകളും അവനെക്കുറിച്ചാണ്. ആ റെക്കോർഡൊന്നും ചരിത്രത്തിലൊരുത്തനും ഭേദിക്കുകയില്ല. ഒരു ഗ്രന്ഥവും എഴുതാത്തവനെക്കുറിച്ചാ ലോകത്തേറ്റവും അധികം ഗ്രന്ഥം. ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. നാട് വിട്ട് പുറത്തിറങ്ങാത്തവനെ പറ്റിയാ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ഉലകം മുഴുവൻ ആരാധിക്കുന്നത് ആ മഹത്തരമായ നാമത്തെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് നമ്മൾ മാത്രമല്ല, അക്രൈസ്തവർ, ഹിന്ദുക്കളും ഒക്കെ ബൈബിൾ വായിക്കുന്നവരാ. കേരള നിയമസഭ വന്നാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി എം എൽ എമാരെല്ലാം ബൈബിളിൽ ഒരു വാക്യം എടുക്കുന്നത്. അതെല്ലാം ഹിന്ദുക്കളാണ് മിക്കവാറും. അറിയാത്തത് ക്രിസ്ത്യാനിക്ക്, അതാ രസം. അതാ പറഞ്ഞാൽ തെറ്റിക്കും. സ്വരാജൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്, മാണിസാർ പറയുമ്പോൾ തെറ്റിപ്പോവാം. എന്തെങ്കിലുമൊക്കെ അത് വിളിച്ചു പറയും. VS ഒക്കെ പറയുന്നത് വെട്ടാനാണെങ്കിലും ആ വാക്യം ഉപയോഗിക്കുന്ന ശൈലി ഭയങ്കരമാണ്. ചാകാത്ത പുഴുവും കേടാത്ത തീയുള്ള നരകത്തിലാണല്ലോ മാണി പോകുന്നതൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാര്യം? ബൈബിൾ അത്ര ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന സ്വാധീനതയുള്ള പുസ്തകമാണ്. മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചെറിയ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ പറ്റിയേക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു സ്കോളറൊന്നും വേണ്ട. ഈ പദം പറയാൻ തെറ്റിദ്ധരിക്കരുത്. എനി ഫൂൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹോളി സ്ക്രിപ്ചർ. നമുക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചേക്കാം. ഏത് വിഡ്ഢിക്കും മനസ്സിലാവുക. ഹല്ലേലൂയ. നമ്മളാരും ജ്ഞാനികളല്ലെന്നേ സമ്മതിച്ചട്ടെ. ഹല്ലേലൂയ. ഏത് വിഡ്ഢിക്കും പിടികിട്ടും യേശുക്രിസ്തു ആരാണ്. ഹല്ലേലൂയ. പുതിയ പെൺകുട്ടികൾ വിവാഹിതനാകാനുള്ളവരൂടെ പഠിച്ചു. കുഞ്ഞ് കല്യാണം കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്നാൽ പഠിച്ചു ഈ കാര്യമൊക്കെ. നിങ്ങളൊരു ചായ ഇട്ടോ ഒരു കറി വെച്ചോ ഒക്കെ കൊടുത്താൽ ആ ചങ്ങാതിക്ക് അത് കഴിക്കാൻ ഒരു തൃപ്തിയും കാണത്തില്ല. പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. നേഴ്സാണോ? അതൊക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷേ ചായ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല, ചപ്പാത്തി ഇഷ്ടപ്പെടത്തില്ല, ഊണ് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ കാരണം അറിയോ? ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അവൻ്റെ അമ്മ കൊടുത്ത ഭക്ഷണമാണ്. എൻ്റെ കാരണം എന്താ? നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് തീരുമാനിച്ചത് അമ്മയാണ്. അതിനെത്ര ഉപ്പ് വേണം, പുളി എത്ര വേണം, ചൂടെത്ര വേണം. കാരണം അമ്മ ആദ്യം അതൊന്ന് ടേസ്റ്റ് ചെയ്തു, നമുക്ക് തരാമെന്നറിയാൻ. എന്നിട്ടാണ് നമുക്കത് തന്നെ. ഇപ്പോൾ പിന്നെ അമ്മമാർ അവർ കഴിച്ചിട്ട് കൊച്ചിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക, അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. മൊത്തം ചില അമ്മമാർ കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുക, ഇതെല്ലാം ഇവർ തന്നെ കഴിച്ചിട്ട് ഈ കുഞ്ഞിനിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. പഴയ അമ്മമാരങ്ങനാണോ? അല്ല. അന്ന് അമ്മ നമ്മളിൽ സൃഷ്ടിച്ച ഒരു രുചിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് മരിക്കും വരെ മാറുകയില്ല. ശരിയല്ലേ? അതാ സത്യം. കുടുംബമായിട്ട് വന്നിട്ടുണ്ടോ? എന്നാൽ മൂളുന്ന സൂക്ഷിച്ചു മതി. ശരിയല്ലേ എന്നൊക്കെ. എൻ്റെ പൊന്നച്ചാ, ഞാനിവിടെ മറ്റു പ്രശ്നമൊന്നുമില്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലേ? അതേന്നൊക്കെ പറയാം, വെള്ളോട്ട് ഇല്ലുമ്പോൾ അറിയാം അതിൻ്റെ. അപ്പോൾ പറഞ്ഞത്
കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. അത് ഐസ്യ ചാപ്റ്റർ 43 യെശയ്യ 43 4-5 വാക്യങ്ങളാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്കിൽ നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. 6 വാക്യം കൂടെ വായിച്ചോളൂ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചു എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. മതി. 6 വാക്യം മാത്രം തമിഴിൽ കൂടെ വായിച്ചോളൂ. நான் வடக்கை நோக்கி கொடு என்றும் தெற்கை நோக்கி வைத்திராதே என்றும் சொல்லி தூரத்திலிருந்து என் குமாரரையும் பூமியின் கடையாந்திரத்திலிருந்து என் குமாரத்திகளையும் நான் என் மகிமைக்கென்று சிருஷ்டித்து உருவாக்கி படைத்து என் நாமம் தரிக்கப்பட்ட யாவரையும் கொண்டு வா என்பேன். നല്ല ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങണം. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലേക്കൊക്കെ അവരെത്തി, 16 ഒടുവിലെത്തി. 1854 ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിൽ നിന്ന്, പഞ്ചാബിലെ അവരുടെ പഞ്ചാബ്, ഇന്ത്യയുടെ അല്ല, അവിടെ മുൾട്ടാൻ എന്നൊരു സ്ഥലത്ത്, ഈ മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു തീവണ്ടിപ്പാത, റെയിൽവേ പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ആലോചിക്കേണ്ട, നമ്മളൊക്കെ ഈ മണ്ണിലെഴുതിയൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഓല, കേരളത്തിലൊക്കെ ഉണ്ട് ഓല കെട്ടി പഠിക്കുന്നൊരു പണി. തമിഴ്നാട്ടിലുണ്ടോ? ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിയൊരു ഓല. അത് പഠിച്ചവരായിരിക്കും മിക്കവാറും. ചിലരത് പഠിച്ചാലും പ്രായം അത്ര ആയില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കും, എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് 1000 കൊല്ലങ്ങൾക്കൂടെ മുമ്പ് സാഹിബ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച അവിടെ, കൊളംബിയയും കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ നമ്മളെക്കാൾ 1000 ആണ്ട് മുമ്പ് അവിടെ ആരംഭിച്ചു. നമുക്ക് കാളവണ്ടി ഉണ്ടാകുമ്പോൾ അവൻ ഭൂഗർഭ റെയിൽവേ ഉണ്ടാക്കി. നമ്മൾ വള്ളം തുഴയുമ്പോൾ സ്റ്റീമർ വെച്ച കപ്പലുകൾ ഓടിച്ചു. ബൈബിളിൽ തന്നെ ഉണ്ട് 250 പേര് പോയ കപ്പലിനെ പറ്റി സെയിൻറ്റ് പോൾ പറയുന്നുണ്ടല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ ആ സമയത്ത് ചില ഭംഗിയുള്ള ചുടുകട്ട ബ്രിക്സ്, ഇഷ്ടിക കണ്ടു. ഒരു 3 ഇഞ്ച് കനമുണ്ട്, 12 ഇഞ്ച് വീതിയുണ്ട്, 20 ഇഞ്ച് നീളമുണ്ട്. ഇത്രയുള്ള കട്ടകൾ, ഇഷ്ടികകൾ കണ്ടു. ഇഷ്ടിക കണ്ടു എന്ന് മാത്രമല്ല, ഇത് വൻതോതിൽ കിട്ടി. നമ്മൾ പറഞ്ഞാൽ ഏതാണ്ട് 194 കിലോമീറ്റേഴ്സ് റെയിൽവേ പണിയാൻ വേണ്ട അടിത്തറയിടാൻ ഉള്ള കട്ട കിട്ടി. എന്നാലോചിച്ച് നോക്കിയേ. ഈ കട്ടകളൊക്കെ നല്ല ഉടവ് തട്ടാത്തതും നല്ല സോളിഡാണ്. കരാറുകാരന് വലിയ ലാഭമായി ഈ പണി. എൻ്റെ പുള്ളി കൂടുതലൊന്നും അതേപ്പറ്റി പഠിച്ചില്ല. 1921 നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നൊരു ആർക്കിയോളജിസ്റ്റ് എത്തി. മറ്റു ജോലിക്ക് വേണ്ടിയിട്ട് എത്തിയാണ്. സൺ ജോൺ മാർഷൽ എന്നാണ് പേര്. ഈ മാർഷൽ വന്നിട്ട് ഈ സ്ഥലത്തെ പറ്റി പഠിച്ചു. അതുവരെ ലോകം മനസ്സിലാക്കിയിരുന്നത് സിവിലൈസ്ഡ് പീപ്പിൾസ് ഉണ്ടായിരുന്ന സ്ഥലം
മെസപ്പൊട്ടേമിയ, ഏതാണ്ട് നമ്മുടെ ഇറാഖും ഇറാനും ഇസ്രയേലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശമാണ് മൊത്തത്തിൽ മെസപ്പൊത്തേമിയ. മറ്റൊന്ന് നമ്മുടെ അടുത്തുള്ള ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ, തെറ്റിപ്പോയാൽ ഞങ്ങൾ തിരുത്തിയാൽ മതി, ഒരു കൈ അങ്ങോട്ട് പോയെന്നുള്ളൂ. ഈജിപ്റ്റ്. ഇനി മറ്റൊന്ന് ചൈനയാണ്. പക്ഷെ അല്പം കഴിഞ്ഞ് ഈ പഠനം നടത്തിയപ്പോഴാണ് നാം ആരാണ് എന്നതിനെപ്പറ്റി വലിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് പുറത്തു വന്നു. ഒരു ജനതയെപ്പറ്റി പഠിക്കാൻ ഏറ്റവും പ്രധാനം അവരുടെ ഈ ശവകുടീരങ്ങൾ, സെമിട്രി പഠിക്കുക എന്നുള്ളതാണ്. കൾച്ചർ അവിടെ കുറേ കിട്ടും. അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ശവങ്ങളുടെ കുന്നെന്നായിരുന്നു നാട്ടിൽ. അതിന് നമ്മൾ പറയുന്നതാണ് മോഹൻജദാരോ. ഹരപ്പ അടുത്തുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അരികിലൂടെ ഒരു നദി. ആ നദിയാണ് നമ്മളറിയുന്ന സിന്ധു. അങ്ങനെയാണ് നമുക്കൊരു കൾച്ചറുണ്ട്, ഇൻഡസ് വാലി. ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ ഈ റൂയിൻസ് അവശിഷ്ടങ്ങൾ പഠനം നടത്തി. അത് പഠനം നടത്തിയപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന്, ഇവിടുന്ന് കുതിര എന്ന ഒരു ജീവിയെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇല്ല. കുട്ടികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ പറയാം, ഇൻഡസ് വാലിയിൽ പരാമർശിക്കാതെ പോയ, അല്ലെ അവിടുന്ന് കണ്ടു കിട്ടാത്ത ജീവി. കാളയൊക്കെ കിട്ടി, കാളയുടെയൊക്കെ ഫോസിൽസും ഒക്കെ കിട്ടി. കുതിരയില്ല. അവരുപയോഗിച്ച നാണയങ്ങൾ, അവരുടെ ശവസംസ്കാര രീതികൾ, ഇതൊക്കെ കിട്ടി. നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്ന വലിയ മൺകുടത്തിലാണ് മനുഷ്യനെ അടക്കുന്നത്, മൺഭരണി. ഈ കൂടെ ഇവർ ചില ശിലകളിൽ, കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടു. ഈ അക്ഷരം ഇനിയും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ആ അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് ഹിന്ദിയോട് സാമ്യമില്ല. ഹിന്ദി തന്നെയാണ് സംസ്കൃതത്തിൻ്റെ ലെറ്റേഴ്സ്. ദേവനാഗരി എന്ന് പറയും, ബന്ധമില്ല. അപ്പം 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന് ഹിന്ദി അല്ലെങ്കിൽ സാംസ്കൃറ്റ് ഒന്നും അവിടെ ഇല്ല, കുതിരയും ഇല്ല. അതിനി അവിടെ കിടക്കട്ടെ. ഇനി നേരെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണം. വൈഗാ നദിയുടെ തീരത്ത് കീഴടി എന്നൊരു സ്ഥലമുണ്ട്, ശിവഗംഗ ജില്ലയിൽ. മധുരയിൽ നിന്നും പോകാം, മധുരയ്ക്കടുത്ത 6 കിലോമീറ്റർ. അവിടെ ഒരു വലിയ തെങ്ങിൻ തോപ്പ്. ആ തെങ്ങിൻ തോപ്പിലൊരു കള്ളൻ വരുന്നത് തേങ്ങ ഇടാനാണല്ലോ. ഇപ്പോൾ കേരളത്തിലേക്ക് രീതി അനുസരിച്ച് സ്വർണം മോഷ്ടിക്കുന്നതിനെ പോലും കള്ളനെന്ന് വിളിക്കാത്തൊരു നാട്. അത്ര നല്ലൊരു സ്ഥലമാണ് തമിഴ്നാടൊക്കെ. എന്ത് അല്ലേ? അയാളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പത്രക്കാർക്ക് പോലും അറിയത്തില്ല. ഞാനൊരിക്കൽ എൻ്റെ മൂത്ത മോള്, 2ാമത്തെ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയം, വൈഫ് ഹോസ്പിറ്റലിലാണ്. ഞാനും മൂത്ത മോളും തന്നെ. ഇനി ഉറക്കാനൊക്കെ വലിയ പാട്. ക്രിസ്മസ് സമയത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ ക്രിസ്മസുകാർ വന്നിട്ടൊരു പാട്ടാണ്. എന്ത് ഞാൻ വിളിക്കും നിന്നെ, എന്ത് ഞാൻ വിളിക്കും, ഉണ്ണി എന്നോ ഉണ്ണി യേശു എന്നോ. ഈ കൊച്ചി കിടന്ന് കരയുക. ഞാൻ പറഞ്ഞു, ഒന്നും വിളിക്കണ്ട, കാശ് തന്നേക്കാം, ഒന്ന് പോയി തരാൻ എന്ന് പറഞ്ഞല്ലേ. ഈ സ്വർണ്ണം അടിച്ച് മാറ്റിയവനെ എന്ത് വിളിക്കുന്നൊന്നും ഒരു പിടി ഇപ്പോഴും ഇല്ല. അതും എന്നോടൊരാൾ ചോദിച്ചത്, എന്തിനാ ഈ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ പോസ്റ്റ് ഇട്ടേ? ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ നിന്ന് തട്ടിച്ച് വിജയ് മല്യ പോയി വിദേശത്ത് താമസിക്കുക, കോടികൾ അല്ലേ. ആ വിജയ് മല്യയുടെ കടം നിങ്ങൾ ഈ മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ച് വീട്ടിക്കൊണ്ടിരിക്കുക, നിങ്ങളും ഞാനും, GST വഴി. അയാൾ കൊടുത്തായി 30 കിലോ. അപ്പം പിന്നെ പറയാതിരിക്കുമോ ഞാൻ?
മനസ്സിലായോ? നിങ്ങൾ കിടന്ന് അധ്വാനിക്കുക. വിജയമല്യയുടെ കടം, റോട്ടോമാക്കിൻ്റെ കടമൊക്കെ വീട് നമ്മളിവിടെ കിടന്നു. GST PST എന്നൊക്കെ പറഞ്ഞല്ലേ? അവിടെ അപ്പോഴേ ഈ കള്ളനെ ആളുകൾ ഓടിച്ചു. അവനോട് എത്തുന്നൊരു കുഴിയിൽ ഇങ്ങനെ ഇരുന്നു. പിന്നാലെ ചെന്നപ്പോൾ ഇവനെ കാണുന്നില്ല. അവനെങ്കിലും പോയി കാണും. ഈ കൂടെ ഓടിയൊരു ചങ്ങാതി ഒരു കുഴി കണ്ടു. അപ്പോൾ കുഴിയിൽ ഇവൻ ഉണ്ടാകുമെന്ന് കരുതി അങ്ങോട്ട് നോക്കി പതുക്കെ ഇറങ്ങിയപ്പോൾ ഇതൊരു പടിക്കെട്ട. പിന്നെ കാണുന്നത് ഈ തെങ്ങിൻ തോപ്പിൻ്റെ അടിയിലൊരു വലിയ കൊട്ടാരം അല്ലേ, അങ്ങ് കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് അവിടെയും ഒരു സിവിലൈസേഷൻ, ഒരു നാഗരികത ഉണ്ടായിരുന്നു. വൈഗാ നദിയുടെ തീരത്ത് ഈ പറഞ്ഞ അതേ തരം കട്ടകൾ. നമ്മൾ സംസ്കൃതവും ഹിന്ദി അവിടെ കണ്ടില്ല, പക്ഷേ പൗരാണിക തമിഴിനോട് സാമ്യമുള്ള അക്ഷരങ്ങൾ അങ്ങ് ഇൻഡസാലിലും കണ്ട്, സെയിം ലെറ്റേഴ്സ് ഇവിടെയും കണ്ടു. സ്റ്റാലിൻ ചെയ്തത് ഇത് വായിക്കുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് ഇന്ത്യൻ റുപ്പി ഇനാം പ്രഖ്യാപിച്ചു. വായിക്കുന്നവർക്ക് പാരിതോഷികം. മനസ്സിലായോ? ഭാഷാപരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കോണം. ഭാഷാപരമൊന്നും പിടികിട്ടിയല്ലോ അല്ലേ? വ്യാഖ്യാനപരമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, തമിഴ്നാട്ടിൽ പോയിക്കോണം, അത് വായിച്ച് കാശുണ്ടാക്കിക്കോണം. ഇപ്പം ഇത്ര എന്തിനാണ് പറഞ്ഞെന്നറിയണ്ടേ? ഇൻഡസാലി കിട്ടിയതും തമിഴാണ്, ഇവിടെ കിട്ടിയതും തമിഴാണ്. തമിഴല്ല, തമിഴ്, മലയാളം, കന്നഡ, തുളു ഇങ്ങനെയൊക്കെയുള്ള ദ്രവീഡിയൻ ഭാഷകളുടെ ഒരു പൂർവ്വ ഭാഷ അതാ കിട്ടിയത്. അപ്പം നമ്മളാണ് തനി ഇന്ത്യക്കാരെന്നായി പറഞ്ഞു തന്നെ. തമിഴും മലയാളവും രണ്ടല്ല, കാരണം ഈ തമിഴിൻ്റെ ഒരു കുഞ്ഞാണ് മലയാളം. പാസക്കറിയായിരുന്നു അത്, തമിഴിൻ്റെ ഒരു ചെറിയ കുഞ്ഞ്. പിന്നെ എനിക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷെ തമിഴ് കിട്ടത്തില്ല പറയാൻ. കാരണം ഈ മലയാളം ഇങ്ങനെ പ്രസംഗിച്ച് അതാ കാര്യം. പഠിച്ചത് കോയമ്പത്തൂരാണ്, പക്ഷെ അവിടെ തമിഴൊരു കുറവാണ് ആ പർട്ടിക്കുലർ പ്ലേസിൽ. അതുകൊണ്ട് അറിയാം അത്യാവശ്യം. നിങ്ങൾ എഴുതിയതൊക്കെ എനിക്ക് മനസ്സിലായി എന്താണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ വേണോ? അല്പം കഴിയുമ്പോൾ എൻ്റെ മലയാളത്തിൻ്റെ രീതി മാറും. അതാ ഫോമിലായി കഴിയുമ്പം നാട്ടിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു ശൈലി വരും. അതാ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞാൽ മതി, മനസ്സിലാവുന്നില്ല. എനിവേ, ഈ തമിഴ് സാഹിത്യം വളരെ റിച്ചാണ്, വളരെ ഭംഗിയാണ്. ഞാൻ തമിഴ് പ്രസംഗം കേൾക്കാറുണ്ട്. അത് പൊളിറ്റീഷ്യൻസിൻ്റെ കൂടുതലും. കരുണാനിധി ആണ് ഞാൻ വളരെ ബഹുമാനിക്കുന്നൊരു പ്രീച്ചർ. അപാരമായ ജ്ഞാനമാണ്, വലിയ. രണ്ട് ലോജിക്കലി മറുപടി പറയുന്ന, ഞങ്ങളിങ്ങനെ ഈ ഫീൽഡിലൊക്കെ ആയിട്ട് അത് ശ്രദ്ധിക്കും. കരുണാനിധി മറുപടി ഭയങ്കര രസകരമാണ്. അദ്ദേഹം 3 കല്യാണം കണ്ട് കഴിച്ചു അല്ലേ? കരുണാനിധി അല്ലേ? അപ്പോൾ ഈ കനിമൊഴി എന്ന് പറയുന്നൊരു മോളുണ്ടല്ലോ, ഇത് പാർലമെൻറ്റിൽ ചർച്ച വന്നപ്പോൾ അവരുടെ അമ്മയുടെ പേരെന്തായിരുന്നു? ജാനകിയോ? രാജാത്തി. ഹൂ ഈസ് രാജാത്തി? ഭയങ്കര ചോദ്യമാണ് പുള്ളിയെ കുരുക്കാൻ വേണ്ടി. വൈഫാന്ന് പറയാൻ പറ്റില്ല, ആകെ പ്രശ്നം. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ മകൾ കനിമൊഴിയുടെ അമ്മ എന്ന്. എൻ്റെ മകൾ കനിമൊഴിയുടെ അമ്മ. പിന്നെ ആർക്കെന്തോ കുരുക്കാൻ പറ്റുന്നത്? നല്ല ലോജിക്കലാണ്. അപ്പോൾ എനിക്ക് തമിഴ് ആ കൾച്ചറും ഒക്കെ വലിയ ഇഷ്ടമാണ്, ആ ഭക്ഷണം വലിയ ഇഷ്ടമാണ്. അപ്പോൾ സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ആന്ധ്രയും അതുപോലെ നല്ല. കർണാടക അത്ര എനിക്ക് അങ്ങോട്ടൊരു ബന്ധം വന്നിട്ടില്ല, പോയിട്ടുണ്ട്. പക്ഷേ മലയാളത്തോട് നല്ല സാമ്യമുണ്ട്, തെലുങ്കിന് ചെറിയ വ്യത്യാസം. എനിവേ, മലയാളവും നമുക്ക് തമിഴും എല്ലാം ഏതാണ്ട് സിമിലറാണ്, ചില വ്യത്യാസം ഇതിലുണ്ട്. കാരണം ഈ ഭാഷകളിലെല്ലാം ബൈബിൾ ഉണ്ടായി. തമിഴിലാണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നെയാണ് 1817 മലയാളത്തിലൊരു ബൈബിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനൊരു മുഖവിര അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഇനി എന്തെങ്കിലും
മനസ്സിലാകാഴിക മലയാളത്തിൽ വന്നാൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭേദത്തി ചെയ്യാം. എനിവേ, നമ്മൾ നല്ലൊരു വചനമാണ് വായിച്ചത്. തമിഴിലുമല്ല, ഞാൻ അതിനെ ശ്രദ്ധിച്ച് വ്യത്യാസം ഉണ്ടാകും. ഇവിടെ പറഞ്ഞത്, ഞാൻ നിൻ്റെ സന്തതിയെ ഞാൻ തരികയെന്ന് ഞാൻ പടിഞ്ഞാറ് 5-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിൻ്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്ത് നിർത്തരുത്, വെക്കരുത്. ഇത് കേട്ടിട്ടുണ്ടാവും ഈ വാക്യം. ഇതുകൊള്ളും ഈ പ്രവാചകന്മാർ പറഞ്ഞ ഞാനും കേട്ടിട്ടുള്ളത് ഈ വാക്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പണവുമായി ബന്ധപ്പെട്ടാണ് കേട്ടേക്കുന്നത്. കിഴക്കുന്നും പടിഞ്ഞാറുന്നും എല്ലാം നമുക്ക് കാശ് കിട്ടുമെന്നായി കേട്ടേക്കുന്നത് അല്ലേ. നമ്മുടെ നന്മയെല്ലാം കിഴക്ക് തടുത്ത് വച്ചിരിക്കുന്നു, പടിഞ്ഞാറ് വച്ചിരിക്കുന്നു, ഇതെല്ലാം ഇനി വരും. ഇതാണ് കേട്ടിരിക്കുന്നത് അല്ലേ. ചില വാക്യങ്ങളിലൊക്കെ നമുക്ക് ഭൗതിക അനുഗ്രഹം തോന്നുമെങ്കിലും ഇത് ഭൗതിക അനുഗ്രഹമായിട്ട് ഒരു ബന്ധമില്ല ഈ വാക്യത്തിൽ. ഇപ്പം ഈ പശ്ചാത്തലം നമുക്കൊന്ന് ഗ്രഹിച്ചു പോകണം. ഇതൊരു പ്രവചന ഭാഗമാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ യഹൂദയിലാണ് ജനിക്കുന്നത്. യഹൂദിയയിലെ ബേദലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് ഗലീലിലെങ്ങും പ്രവർത്തന മേഖലയാക്കി 33.5 കൊല്ലം നമുക്കൊപ്പം. ഈ 33.5 കൊല്ലങ്ങളിൽ 3.5 കൊല്ലം മാത്രമാണ് പ്രസംഗിച്ചത്. 3.5 കൊല്ലം. ഈ 3.5 കൊല്ലങ്ങളുടെ കലണ്ടർ ചന്ദ്രപഞ്ചാംഗമാണ്. ചന്ദ്രനാണ് മാനദണ്ഡം, സൂര്യനല്ല. നമുക്കിന്ന് സൂര്യനാണ് കലണ്ടറിൻ്റെ ആധാരം. ഇവിടെ ഈ തേങ്ങാപ്പൂളും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, പച്ചക്കകത്തൊരു തേങ്ങാപ്പൂള്. അപ്പോൾ ആ ഡേറ്റും ഒക്കെ കൃത്യം ഒത്തു വരുന്നത് അങ്ങനെ ഇവർ ക്രമപ്പെടുത്തിയേക്കുന്നുണ്ടാ. മനസ്സിലായില്ലേ? കാരണം ചന്ദ്രനാണ് പണ്ട് അതും ബൈബിൾ അടിസ്ഥാനം, ഇവിടെ ഒന്നുമല്ല. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. ഇതനുസരിച്ച് 360 ഡേയ്സാണ് ഒരു വർഷം. 360 ഡിഗ്രിയിലാണ് ഒരു റൗണ്ടൊക്കെ വരുന്നത്. അതിനെ അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇത് 90 ഡിഗ്രി 360 എന്നൊക്കെ പറയുന്ന കോഡുമായി ബന്ധപ്പെട്ടൊരു പഠനം കൂടാണ്. ഒത്തിരി സയൻറ്റിഫിക്കലാണ്. അപ്പോൾ ഈ ദിനങ്ങളെ എണ്ണി നോക്കി അവധി ദിനങ്ങളുമൊക്കെ മാറ്റി യേശു ആകെ പ്രസംഗിച്ചു എന്ന് കരുതുന്നത് 1000-ൽ പരം ദിവസങ്ങൾ മാത്രം. അത്രയും ദിവസമുള്ളൂ. പ്രസംഗത്തിൻ്റെ എണ്ണമെടുത്താലും 100 കണക്കിനൊന്നുമില്ല, അത്ര ഒന്നുമില്ല, വേണേ കൂട്ടാം. അപ്പോൾ യേശു പ്രസംഗിച്ച ഭാഷ അരമായിക്കാണ്. അരാമിക്കെന്നോ പറയാവുന്നൊരു ഭാഷ. യേശുവിൻ്റെ കേൾവിക്കാരാകട്ടെ ജൂതന്മാരിലെ ഒരു സമൂഹം. കുറച്ചു മാത്രം പ്രസംഗിച്ചു, കുറച്ച് നാൾ മാത്രം പ്രസംഗിച്ചു, ചെറിയൊരു സമൂഹത്തോട് പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുണ്ട്, പക്ഷെ മൊത്തത്തിൽ പോപ്പുലേഷൻ എടുത്താൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയോട്, എണ്ണവും കുറവാണ്. അപ്പം ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇത്ര പ്രസംഗം കഴിഞ്ഞു. യേശു അത്രയൊന്നും പ്രസംഗിച്ചിട്ടില്ല. എല്ലാത്തിലും യേശു ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. പോയത് ചെറുപ്പത്തിൽ ഈജിപ്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുപോയി, ഒരു രാജ്യത്തും പോയിട്ടില്ല. അന്നേരം നമ്മളെപ്പോലൊക്കെ എവിടെയും പോയിട്ട് വന്നിട്ട് പറയും, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ ഞാൻ ഒക്ലഹോമയിൽ വന്ന് നിൽക്കുമ്പോൾ ട്രംപ് അപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നു. ഇങ്ങനെ ഒന്നും പറയാൻ ഒരു പശ്ചാത്തലവും ഇല്ല, അവിടം വിട്ട് പോയിട്ടുമില്ല. യേശു ഒരു പാട്ടും എഴുതിയിട്ടില്ല, ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു ബിൽഡിങ് പണിതില്ല, ഒരു പള്ളി കെട്ടിപ്പൊക്കിയില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയില്ല. അപ്പോൾ ഒരു പാട്ടെഴുതാത്തവനെ പറ്റിയാണ് ഏറ്റവും അധികം പാട്ട്.
ഇനി പിറക്കാനിരിക്കുന്ന പാട്ടുകളും അവനെക്കുറിച്ചാണ്. ആ റെക്കോർഡൊന്നും ചരിത്രത്തിലൊരുത്തനും ഭേദിക്കുകയില്ല. ഒരു ഗ്രന്ഥവും എഴുതാത്തവനെക്കുറിച്ചാ ലോകത്തേറ്റവും അധികം ഗ്രന്ഥം. ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. നാട് വിട്ട് പുറത്തിറങ്ങാത്തവനെ പറ്റിയ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ഉലകം മുഴുവൻ ആരാധിക്കുന്നത് ആ മഹത്തരമായ നാമത്തെ. സ്തോത്രം. അതുകൊണ്ട് ഇത് നമ്മൾ മാത്രമല്ല, അക്രൈസ്തവർ, ഹിന്ദുക്കളും ഒക്കെ ബൈബിൾ വായിക്കുന്നവരാ. കേരള നിയമസഭ വന്നാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി MLA മാരെല്ലാം ബൈബിളിലൊരു വാക്യം എടുക്കുന്നത്. അതെല്ലാം ഹിന്ദുക്കളാണ് മിക്കവാറും. അറിയാത്തത് ക്രിസ്ത്യാനിക്ക്, അതാ രസം. അതാ പറഞ്ഞാൽ തെറ്റിക്കും. സ്വരാജൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്. മാണിസാർ പറയുമ്പോൾ തെറ്റിപ്പോവാം. എന്തെങ്കിലുമൊക്കെ അതും വിളിച്ചു പറയും. VS ഒക്കെ പറയുന്നത് വെട്ടാനാണെങ്കിലും ആ വാക്യം ഉപയോഗിക്കുന്ന ശൈലി ഭയങ്കരമാണ്. ചാകാത്ത പുഴുവും കേടാത്ത തീയുള്ള നരകത്തിലാണല്ലോ മാണി പോകുന്നതൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാര്യം? ബൈബിൾ എത്ര ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന സ്വാധീനതയുള്ള പുസ്തകമാണ്. മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചെറിയ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ പറ്റിയേക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു സ്കോളറൊന്നും വേണ്ട. ഈ പദം പറയാൻ തെറ്റിദ്ധരിക്കരുത്. എനി ഫൂൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹോളി സ്ക്രിപ്ചർ. നമുക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചേക്കാം. ഏത് വിഡ്ഢിക്കും മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. നമ്മളാരും ജ്ഞാനികളല്ലെന്നേ സമ്മതിച്ചട്ടെ. ഹല്ലേലൂയ. ഏത് വിഡ്ഢിക്കും പിടികിട്ടും യേശുക്രിസ്തു ആരാണ്. ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിമാന്മാരായണ്ടല്ലേ ഇവിടെ വന്നത്. ഒന്നും കഴിയില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചതാ. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലിൽ 2-3 ശൈലികളുണ്ട്. ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് പെർഫോമിങ് മിറാക്കിൾ. ടീച്ചിങ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്, മിറാക്കിൾ പെർഫോം ചെയ്യുക, അല്ലെ ഹീലിംഗ് എന്ന് വേണേൽ പറയാം. ഈ കർത്താവ് ഇതൊക്കെ ചെയ്തിട്ട് പ്രധാനപ്പെട്ടൊരു വിഷയത്തെ ഊന്നൽ നൽകി പ്രസംഗിച്ചു. എൻ്റെ രാജ്യം വരുന്നു. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ഇതേ കാര്യം പറഞ്ഞു. നിൻ്റെ രാജ്യം വരണമേ. സ്തോത്രം. എൻ്റെ രാജ്യം ഇവിടെ വരണം. നിൻ്റെ രാജ്യം വരണമേ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. പിന്നെ നമുക്ക് തെറ്റുകൾ ക്ഷമിക്കാൻ മാത്രം ഒരു ചെറിയ കുരു കിട്ടും. ചുമ്മാ നമ്മുടെ തെറ്റ് ക്ഷമിക്കുകയല്ല. എത്ര കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാലും നമ്മുടെ കുറ്റവും പാവവും ക്ഷമിക്കുകയല്ല. ഒരു ചെറിയ കുരുക്കൊണ്ടത് പരിഹരിച്ച് വരണം. നിങ്ങളുടെ തെറ്റുകാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ രണ്ടൊരു പ്രശ്നമുണ്ട്. ഞങ്ങളിവിടെ ഭയങ്കര പ്രശ്നമായിട്ട് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല. അന്നേരം പറയും, മോനെ നീയുമായിട്ട് എനിക്കൊരു വിഷയമില്ല, ശിവു ബ്രദറുമായിട്ട് എൻ്റെ വിഷയമില്ലേ, നിങ്ങൾ പോയി തീർത്ത് വെച്ച് ഇങ്ങ് വാ. അപ്പോഴേ തീർന്നു. ഇങ്ങനെ ഞാൻ പോയി ശിവു ബ്രദറിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് എൻ്റെ പാവം ഏറ്റു പറയുമ്പോൾ എൻ്റെ ഈഗോ എല്ലാം അവിടെ ഒരു തീരും. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നമ്മളെ ചെറുതാക്കി സമൂഹത്തിൽ വലുതാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്കൊരു വലിയ മാനസിക സുഖമാണേ. ഒരു തെറ്റ് പറ്റിയെങ്കിൽ സോറി പറഞ്ഞു ഹൃദയംഗമായി ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡായി. അത് കുടുംബത്തിലാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ഹൃദയം തുറന്ന് തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ റിലാക്സേഷൻ ഭയങ്കര. ഇത് പറയാത്തതാ ആ കുടുംബത്തിൽ നിന്ന് ഇരുട്ട് പോകാത്ത. നിങ്ങൾക്കൊരു ദുഃഖം പോലെ പറഞ്ഞപ്പോൾ അല്ലേ, അവിടെ എല്ലാം വരെ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് പൊളിഞ്ഞു പോയല്ലേ. നമുക്കൊന്നും പറ്റാത്തൊരു കാര്യം അതല്ലേ. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു ബാങ്ക് മാനേജർ വിശ്വാസിയുണ്ട്. ഞാനവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുമ്പോൾ ഈ സാറും ഭാര്യയുടെ ഭയങ്കര അത്യാവശ്യം കുടുംബത്തിലെ വഴക്കാണ്. ഒക്കെ വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മളത് ചെന്നും പോയി. ഞാൻ കേട്ടുകൊണ്ട് ചെല്ലുന്നത്, ഞാൻ 3 കല്യാണം നടത്തി എൻ്റെ ഈ ചെറിയ വരുമാനത്തിൽ നിന്ന്. പുള്ളിക്ക് 2 പെങ്ങന്മാരേ ഉള്ളൂ, അവരെ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുക, അതെങ്ങനെ 3 കല്യാണം? ഒന്ന് നിൻ്റെ കല്യാണം. ഭാര്യയുടെ നിന്നെ ആര് കെട്ടാനായിരുന്നു? നിൻ്റെ കല്യാണം കൂടെ ഞാൻ നടത്തിയിരുന്നു, കാശ് മുടക്കി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നല്ലേ.
ഞാനും ചെന്നതിനകത്ത് പെട്ടുപോയി. കാരണം ചിലരെ നമുക്ക് തിരുത്താൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ഇങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നും പഠിപ്പിച്ചൊരു ഗുരുവില്ല. ഇവിടെയാണ് ഞങ്ങളെപ്പോഴും പറയുന്നത്, നമ്മുടെ കർത്താവ് ജീവിച്ച പോലെ ലോകത്തേത് രാജ്യത്തും ജീവിക്കാം. സൗദി അറേബ്യ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കർത്താവ് നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മൾ ഈ മഹാരഥന്മാരെന്നൊക്കെ ഈ നാട്ടുകാർ പറയുന്ന ആളിൻ്റെ ജീവിച്ച പോലെ ഇവിടെ പോലും ജീവിക്കാൻ പറ്റിയല്ല, അകത്ത് പോകും. നാട്ടുകാർ ചോദിക്കും, നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് യേശുവിൻ്റെ മഹത്വം. അതിനെ നമ്മൾ പറയുന്നത് അവന് തുല്യനായി ഒരുവനുമില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിന് തുല്യനായി ഒരുവനുമില്ലെന്ന്. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരാം. ഒരു വിഷയം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഈ നമ്മളുടെ അടുത്ത കാലത്ത് വല്ലതും വിവാഹിതരായവരുണ്ടോ? ഒരു കൊല്ലത്തിനിടയ്ക്ക് അത് ഒരു കൊല്ലത്തിനകത്ത് കുഞ്ഞാണ് മോളെ ഒരു കൊല്ലമായുള്ളൂ അല്ലേ? ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? നാട്ടിലാണ്. ഒരു കൊല്ലമായുള്ളൂ അല്ലേ? 3 months. ഒരു കൊല്ലത്തിനകത്തെന്ന് പറഞ്ഞാൽ അത് മതി. 2 കൊല്ലത്തിനുള്ളിൽ വിവാഹിതരായവരുണ്ടോ? ഒരു പരമാർത്ഥം തുറന്നങ്ങ് പറയാനാ ശ്രമിക്കണം. അല്ലേ വിവാഹിതരല്ലേ ഭൂരിപക്ഷം. ഈ പുതിയ പെൺകുട്ടികൾ വിവാഹിതനാകാനുള്ളവരൂടെ പഠിച്ചു. കുഞ്ഞ് കല്യാണം കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്നാൽ പഠിച്ചു ഈ കാര്യമൊക്കെ. നിങ്ങളൊരു ചായ ഇട്ടോ ഒരു കറി വെച്ചൊക്കെ കൊടുത്താൽ ആ ചങ്ങാതിക്ക് അത് കഴിക്കാൻ ഒരു തൃപ്തിയും കാണത്തില്ല. പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. നേഴ്സാണോ? അതൊക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷേ ചായ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല, ചപ്പാത്തി ഇഷ്ടപ്പെടത്തില്ല, ഊണ് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ കാരണം അറിയോ? ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അവൻ്റെ അമ്മ കൊടുത്ത ഭക്ഷണമാണ്. എൻ്റെ കാരണം എന്താ? നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് തീരുമാനിച്ചത് അമ്മയാണ്. അതിനെത്ര ഉപ്പ് വേണം, പുളി എത്ര വേണം, ചൂടെത്ര വേണം. കാരണം അമ്മ ആദ്യം അതൊന്ന് ടേസ്റ്റ് ചെയ്തു, നമുക്ക് തരാമെന്ന് അറിയാൻ. എന്നിട്ടാണ് നമുക്കത് തന്നെ. ഇപ്പം പിന്നെ അമ്മമാർ അവർ കഴിച്ചിട്ട് കൊച്ചിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക, അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. മൊത്തം ചില അമ്മമാർ കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുക ഇതെല്ലാം ഇവർ തന്നെ കഴിച്ചിട്ട് ഈ കുഞ്ഞിനിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. പഴയ അമ്മമാരങ്ങനാണോ? അല്ല. അന്ന് അമ്മ നമ്മളിൽ സൃഷ്ടിച്ച ഒരു രുചിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് മരിക്കും വരെ മാറുകയില്ല. ശരിയല്ലേ? അതാ സത്യം. കുടുംബമായിട്ട് വന്നിട്ടുണ്ടോ? എന്നാൽ മൂളുന്ന സൂക്ഷിച്ചു മതി. ശരിയല്ലേ എന്നൊക്കെ. എൻ്റെ പൊന്നച്ച, ഞാനിവിടെ മറ്റു പ്രശ്നമൊന്നുമില്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലേ? അതേന്നൊക്കെ പറയാം, വെള്ളോട്ട് ഇല്ലുമ്പോൾ അറിയാം അതിൻ്റെ. അപ്പോൾ പറഞ്ഞത്, എങ്കിലും ഈ 3-4 കുട്ടികളൊക്കെ അല്ലേ, ഞങ്ങൾ 5 പേരാണ്. ഇപ്പം ഈ ഇളയ ആമ്പിള്ളേർക്കൊക്കെ ഭയങ്കര ദുശാഠ്യമാണ്. അമ്മ ഒത്തിരി അങ്ങ് മടുത്തു. അപ്പം നമ്മളുമൊക്കെ പ്രായമാകുമ്പോഴാണ് അമ്മ അനുഭവിച്ച ത്യാഗമൊക്കെ മനസ്സിലാവുന്നല്ലേ. നമ്മൾ എന്തെല്ലാം അമ്മയെ ശല്യം ചെയ്തെന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി നമുക്ക് ഭക്ഷണം തന്നു, ചായ തന്നു. ഇതൊക്കെ തരുമ്പോൾ നമ്മളൊന്ന് നോക്കും കഴിക്കാൻ പറ്റുമെന്ന്. പറ്റില്ലെങ്കിലും കഴിച്ചു പോകും. അപ്പം അമ്മയും പെങ്ങന്മാരും ഒക്കെ നോക്കി നിൽക്കുക. ഇവിടെ അമ്മ ഇങ്ങനെ വിരട്ടി ജീവിതം നയിച്ചു വന്നവൻ്റെ അനുസരണയോടിരുന്ന് കഴിക്കുന്നു. ഇത് ട്രെയിൻ ചായ ആയി തന്നേക്കുന്നത്, മനസ്സിലായില്ലേ? മദ്രാസ് മെയിലിൽ നിന്ന് കിട്ടുന്ന ചായയാണ് ഈ കൊച്ചെടുത്ത് തന്നേക്കുന്നത്. ചായ പോലൊരു സാധനം ഇങ്ങനെ കുടിക്കുക. എന്തൊരു ത്യാഗം! ആ ഒറ്റ ചായയിലുണ്ട് നമുക്ക് അമ്മ നമ്മളോട് വഴക്ക് പറഞ്ഞതിനെല്ലാം വിഷമം നമ്മൾ തിരിച്ച് അമ്മയോട് പറഞ്ഞതിൻ്റെ വേദന മുഴുവൻ ഈ ചായയിലുണ്ട്. അനുഭവിച്ചു. അങ്ങനെ വന്ന് ഈ പയ്യൻ എന്ത് ചെയ്തു? അവൻ പതുക്കെ പറഞ്ഞു, ഇനി മുതൽ ചായ വേണ്ടെന്ന്. ഞാൻ ചായ കൂടി നിർത്തി നോക്കട്ടെ. ഓരോ സാധനം ബീഫ് വരുമ്പം മത്സ്യം വരുമ്പോഴൊക്കെ പറയും വേണ്ട, ഇത്ര മതി. അപ്പോൾ ഇവൾ വൃത്തം വേണ്ടാഞ്ഞിട്ടായിരിക്കും. കുറേ കഴിഞ്ഞു. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും മാറാനൊരു വഴിയുണ്ട്. അല്പം നല്ല ഭക്ഷണം വേണമെങ്കിൽ മാസവത്തിനൊക്കെ പോയാൽ മതി. നാട്ടിലെ നമ്മുടെ മന്ത്ലി മീറ്റിങ്ങില്ലല്ലേ
അവിടെ ചെല്ലുമ്പോൾ മറ്റേ ചർച്ചക്കാർ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ പെണ്ണ് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് മാസവത്തിലിരുന്ന് അടിക്കുന്നു. ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പോളിഞ്ഞ് അങ്ങ് കുതിച്ച് കയറുകയാണ്. അപ്പോൾ ഇവക്ക് മനസ്സിലായി ഫുഡിലെന്തോ തകരാറുണ്ട്. അവൾ ചോദിച്ചു, അതെന്താ ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാഞ്ഞേ? ഒടുക്കം പതുക്കെ അവൾ പഠിച്ചു കാന്തൻ്റെ ഇഷ്ടം അല്ലേ. അപ്പം അവൾ ഉയർന്നു. ഇപ്പോൾ അവൾ തന്നെങ്കിലേ ചായ ശരിയാവും. അങ്ങനെയില്ലേ? അങ്ങനെയുണ്ട്, ശരിയില്ലേ? അതിലേക്ക് അവൾ വളർന്നു. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവളും അമ്മയ്ക്കൊപ്പം തന്നെ എത്തും. അങ്ങനെയാ ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. തിരിച്ച് ആ ഘട്ടത്തിൽ ഇവൾ ചോദിക്കുക, അല്ല അന്ന് അത്രയും കൊള്ളൂലാഞ്ഞിട്ടും അതൊക്കെ എന്തിനാ കഴിച്ചേ? ഞാനുണ്ടാക്കിയ ചപ്പാത്തി ആ ചായ കൊള്ളൂലെന്ന് എനിക്കറിയാം. കാരണം അവളും നമ്മളെപ്പോലൊരു വീട്ടിൽ കുഞ്ഞായി തന്നെ വളർന്ന് ഷാഢ്യങ്ങളിലൂടെ വളർന്ന പെണ്ണല്ലേ, അവൾക്കും വലിയ അറിവില്ല. എന്തിനാ കഴിച്ചേ? അന്ന് അവൻ പറഞ്ഞു, നിന്നോടുള്ള സ്നേഹം. അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ജീവകാലം മുഴുവൻ തമ്പുരാന് കൊടുത്ത സ്തുതിയും സ്തോത്രവും പാട്ടും പ്രസംഗമൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതല്ല ആണോ? പക്ഷെ അവൻ കൈപ്പറ്റി. ഒറ്റ കാരണം, നമ്മളോടുള്ള സ്നേഹം. എൻ്റെ പാട്ടും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സ്തോത്ര കാഴ്ചയും എൻ്റെ കയ്യടിയും എൻ്റെ പ്രസംഗം ഒന്നും ക്വാളിറ്റി ഉള്ളതല്ല. പക്ഷെ ഒരു വെറുപ്പും പറയാതെ കൊടുത്തത് ഞാനായതുകൊണ്ട് കൈപ്പറ്റിയ സ്നേഹമാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാന്തൻ്റെ ഇഷ്ടം. കാന്തൻ്റെ ഇഷ്ടത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പിൻ്റെ പേരാണ് ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ എൻജോയ് ചെയ്യണം അല്ലേ? അത് മാത്രം പോരാ, എൻ്റെ പരിമിതിയിലേക്ക് കാന്തൻ താഴേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ പേരാ ദൈവ സാന്നിധ്യം. കുറവുള്ള എന്നിലേക്ക്, അപാകതയുള്ള എന്നിലേക്ക്, പരിമിതിയുള്ള എന്നിലേക്ക് താഴേക്ക് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തെ നമ്മുടെ ഇടയിൽ സ്ഥാപിക്കലാണ്. അത് നമ്മൾ പറഞ്ഞു, നിൻ്റെ സാന്നിധ്യം വരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ കർത്താവ് 33.5 കൊല്ലം ശിഷ്യന്മാരുടെ കൂടെ. അതായത് ഇത് തിരിച്ചറിഞ്ഞ യോഹന്നാനൊക്കെ യേശുവിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ നിന്നൊക്കെ നാട്ടിൽ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്, അവർ കെട്ടിപ്പിടിച്ച് എങ്ങോട്ടും വിടാതിരുന്നിപ്പോൾ ആർക്കും കൊടുക്കുകയില്ല നമ്മൾ അല്ലേ? മൂത്തയാളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക, ഒന്ന് അടുത്ത് വരാൻ. പക്ഷേ ഇളയ കക്ഷി സമ്മതിക്കുകയില്ല. എന്ത് ചെയ്യുക? എൻ്റെ പപ്പായ എൻ്റെ മമ്മിയെ ഒറ്റ പിടി അങ്ങോട്ട് പിടിച്ചാൽ അനങ്ങാൻ പറ്റില്ല. ഇതുപോലെ യോഹന്നാൻ ഒറ്റ പിടി കർത്താവിനെ അങ്ങനെ ഒട്ടി നിൽക്കുക. അന്ന് ഒരു പേര് യോഹന്നാനും കിട്ടി. യോഹന്നാൻ തന്നെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? യേശു സ്നേഹിച്ച ശിഷ്യൻ. സത്യത്തിൽ യേശുവിൻ്റെ അനിയനല്ലേ? ശലോമിയുടെ മകനാ, സബദി പുത്രനാ, മറിയുടെ അനിയത്തിയുടെ മകനാ. ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞില്ല. ഇത് പറയുന്നതൊക്കെ എങ്ങനെ? യേശു സ്നേഹിച്ച ശിഷ്യൻ. കാരണം ആ ഹൃദയസ്പന്ദനം തൊട്ടടുത്തിരുന്ന് ആസ്വദിച്ചവനാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമ്മളെ വിട്ട് പിരിയാൻ തുടങ്ങുന്ന സമയം, ശിഷ്യന്മാരെ, വാസ്തവത്തിൽ മനുഷ്യവീക്ഷണത്തിൽ അതൊരസമയത്തായിരുന്നു. എന്താ കാര്യം? നമ്മുടെ റീജിയൻ്റെ ചുമതലയുള്ള ദിവസം കൊണ്ടാണല്ലോ. പാസ്റ്റർമാർക്കൊക്കെ മാറ്റം വെക്കുമ്പോൾ ചിലരെ പെട്ടെന്നെടുത്ത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ചർച്ച് ഡിസോർഡർ ആവും അല്ലേ? അപ്പോൾ ചില ആൾ, കാരണം അടുത്ത് വരുന്ന ഒരാളിന് ആ ജന്മം കൊടുത്ത ആളിൻ്റെ അത്തരത്തിൽ കെയർ വിശ്വാസിക്ക് കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതൊരു വസ്തുതയാണ്, പറയാതിരിക്കാൻ തരമില്ല. കണ്ട ചില ആളുകൾ തന്നെ പുതിയൊരു പാസ്റ്റർ ചിലപ്പോഴൊക്കെ നാട്ടിൽ ചാർജ് എടുത്തൊന്നും ഇവിടെ അത് അങ്ങനൊന്നും ഇല്ലായിരിക്കാം.
നാട്ടിൽ വരുമ്പം ആദ്യത്തെ ദിവസം തന്നെ പുള്ളി അദ്ദേഹത്തിൻ്റെ പോളിസികളെല്ലാം നമ്മോട് പറയുക. അല്ലേ, ഞാനിങ്ങനെയാണ്, അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം മുമ്പിരുന്നവനേക്കാൾ ഞാൻ ഇച്ചിരി ശ്രേഷ്ഠനാണെന്ന് നിങ്ങൾ കണ്ടോണോ, അതായി പറഞ്ഞു വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമല്ല. എല്ലാ ആളുകളും മറ്റൊരുത്തിനെ ചവിട്ടി സ്വന്തം ഐഡൻറ്റിറ്റി ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. എക്സാമ്പിൾ, ഇപ്പം നേഴ്സുമാരല്ലേ, നിങ്ങളിങ്ങനെ ട്രിപ്പ് ഇട്ടു, ഇവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല പരിപാടി, ഡോക്ടറാണോ നിങ്ങൾ തന്നെയാണോ? ആ, അപ്പോൾ ഇത് വൾജ് ചെയ്യുകയോ എല്ലാം ചെയ്തു. ഈ വരുന്ന ആൾ ആദ്യം ചോദിക്കുന്നത് ഇതാരാ ഇതിട്ടെ? മേസ്തിരി ആദ്യം ചോദിക്കുന്നറിയോ, ആരായി തറ കെട്ടിയ? എൻ്റെ അർത്ഥം ഇവൻ ഭിത്തി കെട്ടിയാൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആരാ ഉത്തരവാദി? തറ കെട്ടിയവൻ. ഭിത്തി കെട്ടിയവൻ ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? ഭിത്തിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് തേക്കാൻ വരുന്നു ചോദിക്കുന്നത് ഇതാരായി ഭിത്തി കെട്ടി? ഇവൻ ഇതുവല്ല അറിയേണ്ട കാര്യമുണ്ടോ? അവൻ തേച്ചേച്ച് പോയാൽ പോരെ. കിട്ടിയോ? ആ, പാട്ട് പാടുന്ന വഴിക്ക് ഉദ്ദേശിക്കുന്ന വ്യക്തി പെർഫോമൻസ് ഇല്ലേ, ഇവിടെ ഇരിക്കുന്ന ആളിങ്ങനെ ഇവരെ ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ ചെയ്തോളാം. എൻ്റെ അർത്ഥം എൻ്റെ കുഴപ്പമല്ല, മൈക്കാരൻ്റെ കുഴപ്പമാണ്. ഒരാളെ വെട്ടിയാണ് മറ്റൊരാൾ നിൽക്കുന്നത്. ഞങ്ങൾ ചോദിക്കും ഇന്നലെ ആരാ പ്രസംഗിച്ചേ? ആ, അതിന്നാരാ. ആ, മുമ്പ് ഇവിടെ ആരാ ഇരുന്നേ? അതിന്ന ആളാ. ആ, വേറൊന്നും പറയത്തില്ല, പക്ഷെ പറയാതൊരു പറച്ചില്ല അതിനകത്തൂടെ അല്ലേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ മുമ്പിരുന്നവനെ വെട്ടി സ്ഥാപിക്കലാണ് നമ്മുടെ സമൂഹത്തിലെല്ലാം നിൽക്കുന്നില്ലേ. ആ, അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചോട്ടെ. അസമയത്ത് പിരിയുന്ന പോലെ ഒരു ദിവസം പറയുക, ഞാൻ നിങ്ങളെ വെട്ടി പിരിയുക. പ്രസംഗോട് പറഞ്ഞു തിരിയും. പത്രോസ് ഇങ്ങോട്ട് വന്നിട്ട് പ്രസംഗം പറഞ്ഞ കർത്താവിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇത്രയും നാൾ ശിഷ്യന്മാരെ ഗുരു ഇങ്ങനെ വിളിക്കുന്ന ഈ വിളി കണ്ട് കർത്താവ് അങ്ങ് ചെന്നുപോയി. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുത്, ഞാൻ സമ്മതിക്കുകയില്ല, നീ ഇപ്പോൾ പോയാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. കണ്ട് അവൻ്റെ വെളിവ് കണ്ടില്ല. എന്നാ ഗുരുവിനോട് പറയാം ഞാനൊന്നും പറ്റിയില്ലെന്ന്. ഗുരുവിനോട് പറയാം ഇവിടെ നടക്കുകയില്ലെന്ന്. സ്തോത്രം. അവസാനം കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നല്ലേ. ആ, നാഴിക വന്നു. ഇപ്പോൾ ഒന്ന് മനസ്സിലായോ? അവരുടെ കുഴപ്പമില്ല, ശിഷ്യന്മാരുടെ കുഴപ്പമില്ല. യേശു പിരിയുമ്പോൾ അവർക്ക് ഒത്തുകൂടാനൊരു സ്ഥലമില്ല. അവർക്ക് സ്വന്തം ലെറ്റർ ഹെഡും ഹെഡ് ക്വാർട്ടറും സീലും രജിസ്ട്രേഷനും ഒരു നടപടിക്രമവും ഇല്ല. പോയി കഴിഞ്ഞാൽ യേശുവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളും ഇല്ല. ഒരു ഡിസോർഡർ കമ്മ്യൂണിറ്റി, ഒരറിവും പ്രാപ്തിയില്ലാത്ത ആളുകൾ. ഇനി ട്രഷാറുടെ കാര്യം എടുത്ത് അതും വലിയ കഷ്ടം. ആരാ? യൂദ. അതും വലിയ കഷ്ടം. ഇങ്ങനൊരു സ്ഥാപനത്തെ അനാഥമാക്കി ഇട്ടിട്ട് പോകുന്ന പോലെ അവർക്ക് തോന്നി. ഇത് അവർക്ക് മാത്രമല്ല, ജൂതന്മാർക്കും തോന്നി. ക്രൂശിക്കുന്നതോടെ തീർന്നു. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയ ശേഷം എ മാസ്റ്റർ ടീച്ചർ വിൽ കം. അപ്പം ഇന്ന് നമ്മൾ കർത്താവ് ഇല്ലെന്നുള്ള ചിന്തയിലല്ല ഇരിക്കേണ്ടത്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരാൾ. വളരെ കർശനമുള്ള വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് 2000 ആണ്ടായി ഈ തിരുസഭ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ? ആ വഴിതെറ്റി പോകുമ്പോഴൊക്കെ നമ്മെ നേരെ നിർത്താൻ കഴിയുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു മാസ്റ്റർ ഉണ്ട് നമുക്ക്. അദൃശ്യനാണ് അവൻ. എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം. അങ്ങനെ കർത്താവ് ഈ മരിക്കുന്നതിൻ്റെ ചില ആഴ്ചകൾക്കപ്പുറത്ത് ജെറുസലേമിലേക്ക് ഒന്ന് ചെന്നു. ജെറുസലേമിൽ ചെന്ന് ഇപ്പം ജെറുസലേമിനെ കുറിച്ച് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ജെറുസലേം എന്ന് പറയുന്നത് 5 മലകളാണ്. 5 മല. അത് ഈ മൊട്ടക്കുന്നുകളാണ്. ചെറിയ മലയാണ്. അങ്ങനെ പണ്ടങ്ങനല്ലായിരുന്നു. ഈ മണ്ണ് വീണും ഇത് ഉയർന്ന് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ എന്നാൽ 5 മലയൊന്നും കാണത്തില്ല, 4 എണ്ണം കാണാം. ഒരു മല ആരും പ്രാർത്ഥിച്ച് മാറ്റിയൊന്നുമല്ല, ഈ 4 എണ്ണത്തിൻ്റെ അകത്തായിപ്പോയി. അതിനകത്ത് നമ്മൾ ചില ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകില്ലേ എന്ന് പറഞ്ഞ പോലെ
എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിപ്പോയി. എവിടാ? നടുക്കായിപ്പോയി. ചിലപ്പോൾ നമ്മൾ ഈ 4ാമത്തെ മല തിരക്കുന്ന ആ മലയിൽ നിന്നുകൊണ്ടായിരിക്കും തിരക്കുന്നത്. ഇത് എവിടാ കാണാൻ പറ്റുമോ? ഇല്ല. ആ മലകളെല്ലാം മുട്ടി ഒരുമി നിൽക്കുക. അതിലൊന്നാണ് യബൂസ്യനായ ഓർന്നാൻ്റെ കളം. ഓർന്നാൻ ദ ജബൂസൈറ്റ്, ദ ഫീൽഡ് ഓഫ് ഓർന്നാൻ ദ ജബൂസൈറ്റ്, യബൂസ്യനായ ഓർന്നാൻ്റെ കളം. ഇത് ഉള്ളൊരല്പം കട്ടി പറയാം, ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. സെക്കൻഡ് വൺ മോറിയയാണ്. മോറിയ അറിയാമല്ലോ. ഇനി അന്ന് ഉത്തരഗിരിയായ സയോൺ, ഉയരം കൊണ്ടും മനോഹരവും സർവഭൂമിയുടെ ആനന്ദം, മനോഹരമായ സിയോൻ. ഇനിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാൽവരി എന്ന ഗോൽഗോഥ. ഈ ഗോൽഗോഥ കാൽവരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 അടിയിൽ കൂടുതലില്ല. ഇത് 10 അല്ലേ? 10 അല്ല, അല്പം കൂടെ കാണും. 10 കൂട്ടിക്കോ. ഇതിൻ്റെ അത്രയും കൂടെ ഉയരമുള്ളൂ. അത്ര ഒരു മുട്ടക്കുന്ന. മനസ്സിലായോ? അത്ര ചെറിയൊരു കുന്ന്. ഞാനിത് പറഞ്ഞത് സഹോദരന്മാർക്ക് വേണ്ടിയല്ല, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മല ചെറുതാന്ന് പറയാൻ കാരണം ഈ സഹോദരിമാരെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പം ഈ ഗോൽഗോഥ കാൽവരി എന്നൊക്കെ പറയേണ്ടതിന് പകരം ഗോൽഗോഥ എന്ന് പറഞ്ഞോളെ, വല്ലാത്തൊരു വൈബ്രേഷൻ. കാൽവറി എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം മല ചെറുതാണ്, അതുകൊണ്ട് പറഞ്ഞു. ഇത്രയും കൂടെ നമ്മളിങ്ങനെ ക്ഷീണിക്കേണ്ട കാര്യമില്ലുണ്ടോ? വലിയ മലയാണെങ്കിൽ പോട്ടെ. ഈ തമിഴ്നാടും കേരളമൊക്കെ കണ്ട നമ്മൾ, സഹ്യപർവ്വതം കണ്ട നമ്മൾ സഹ്യ പർവ്വതമൊന്നും പറയത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു വില ഇനി കൊടുക്കണോ? ഒട്ടക്കൊന്നു, അത്രേ ഉള്ളൂ കാര്യം. നമുക്കൊരു സന്തോഷമെന്ന് പറഞ്ഞാലും അല്ലേ? അപ്പോൾ ഗോൽഗോഥ എന്ന കാൽവറി, ഇത്രയും കൂടെ ചേർന്ന മലകൾ മുട്ടിയുരുമി കിടക്കുന്ന സ്ഥലത്തിൻ്റെ നിർണായക ഏരിയയ്ക്ക് 8.3 ഏക്കേഴ്സാണ് അതിൻ്റെ വിസ്തൃതി. അതിൽ നിന്ന് അടുക്കാണ്. മലകൾ എല്ലാം കൂടെ കൂട്ടി അതിലേറെയുണ്ട്. പക്ഷേ ഈ ദേവാലയമൊക്കെ ഇരിക്കുന്ന ഭൂപ്രദേശം എല്ലാം കൂട്ടിയാൽ ഇത്രയുള്ള 8.5 ഏക്കർ. അതാ ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി. അല്ല, അയോധ്യയൊന്നുമല്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ. അവിടെ ദേവാലയം ഇരിക്കുക. അപ്പം കർത്താവ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ ദേവാലയത്തെ കണ്ടു, പണി കാണിക്കാൻ വേണ്ടി ചെന്ന. എന്നോട് ഇന്നലെയൊക്കെ പറഞ്ഞു, പകൽ ഫ്രീ ആയിട്ടിരിക്കില്ല, നമുക്ക് ഇവിടെ ഒന്ന് കാണാം. സത്യം പറയാമല്ലോ, എനിക്ക് ഈ സിമെൻറ്റ് പന്തൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചേക്കുക, കുറേ ഗ്ലാസ് വിട്ടിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. എനിക്കിതൊന്നും കാണണമെന്നില്ല. കുറേ കെട്ടിടം അവിടെ ഇവിടെ കുറേ. പിന്നെ നാച്ചുറലി ഉള്ള കാര്യങ്ങളുണ്ടല്ലേ, ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങളുണ്ട്, അത് കാണണം. അല്ല ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണാനിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കാണേണ്ടത്. ഇനി പറഞ്ഞതേ, ഈ ഊർശാലവും എന്ന യെരുസലേം, അത് ഈ ദേവാലയം, ആ പരിസരമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വെയിറ്റി. ഇതിന് അരികിൽ കൂടി ഒരു തോടൊഴുകുന്നുണ്ട്. ആ തോട് നിങ്ങളറിയും, കിദ്രോൻ. ഈ കിദ്രോൻ തോട് ഒഴുകുന്നത് കിഴക്ക് ഭാഗത്തു കൂടിയാണ്. ആ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ യെരുസലേമിൽ ഇറങ്ങിച്ചെന്നാൽ ഈ കിദ്രോൻ തോട്, ഈ തോട് കടന്ന് അക്കരെ എത്തുമ്പോൾ ഒരു പടുകൂറ്റൻ മലയുണ്ട്. അതിനെ ഒരു മല എന്ന് വിളിക്കാം. കാരണം 20-25 മിനിറ്റ് വേണം കയറി ചെല്ലാൻ. ഈ മലയിൽ നമ്മൾ ആ പാത മൂന്നുന്ന സ്ഥലമില്ലേ, അങ്ങോട്ട് ചെന്ന് ചവിട്ടുന്ന സ്ഥലമുണ്ട്. ആ താഴ്വരയ്ക്കൊരു പേര് പറയും, നിങ്ങളറിയും, ഗത്സമന. യേശു പ്രാർത്ഥിച്ച സ്ഥലം, ഒലിവ് തോട്ടമൊക്കെ ഉള്ള സ്ഥലം. ഈ ഗത്സമന കടന്ന് ഒലിവ് മലയുടെ മുകളിൽ ചെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ, പടിഞ്ഞാറോട്ട് നോക്കിയാൽ യെരുസലേം ഒരു കുഴിയിൽ കിടക്കുന്ന പോലെ തോന്നും. ദേവാലയം അല്പം ഉയർന്നു നിൽപ്പുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ദേവാലയത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഒലിവുമലയിൽ നിന്ന് നോക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ അങ്ങേ ചെരുവും കൂടെ പറഞ്ഞ് അവിടെ വിട്ടേക്കാം. അതാണ് നമ്മളറിയുന്ന ലാസർ പാർത്ത ബെഥാന്യ. നമ്മളെ വായിക്കണല്ലോ, യെരുസലേമിൽ നിന്ന് ഒരു നാഴിക ദൂരത്തെന്നൊക്കെ പറയല്ലോ. ബേത് ഭാഗ എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെയാണ് ലോകത്ത് കടുക് മരങ്ങളുള്ള, മസ്റ്റാർഡ് സീഡ്സ്,
കടുക് ഇല്ലേ, ആ മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. ബാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ചെടിയാണ്. കടുക് മരം ഇപ്പോഴും അവിടെ ഉണ്ട്. നിരീശ്വരന്മാർ ഇതൊക്കെ വായിച്ചിട്ട് ചുമ്മാ കിടന്ന് ചിരിക്കുക. കടുക് മരം എന്ത് കൊടുവോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു. ഇവനറിയാത്തത് നമ്മുടെ അവിടെ പോകണം. ഇപ്പോഴും ചെന്നാൽ അവിടെ ഉണ്ട് കടുക്. അല്പം കൂടെ ബ്രൗണിഷാണ്. നമ്മുടെ കടുകിനേക്കാൾ ക്വാളിറ്റിയും കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഇവനെയൊക്കെ അവിടെ കൊണ്ടുപോയി കുറേ അങ്ങ് മേടിപ്പിക്കണം. എൻ്റെ പൈസ നീ കൊടുത്തോളാൻ പറയണം. അതാ ചെയ്യണ്ടേ. കടുക് എന്താണെന്നൊക്കെ പോയി കണ്ടിട്ട് വരട്ടല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞത്, യേശു ശിഷ്യന്മാരുമായി ഈ ഈ തോട് കടന്ന് മുകളിൽ ചെന്നു. ദേവാലയത്തിൻ്റെ പണി കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, നന്നായിരിക്കുന്നു. അപ്പോൾ യേശു എന്താ അവരോട് പറഞ്ഞേ, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന ഒരു കാലം വരും. സത്യത്തിൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ബുർജ് ഖലീഫയുടെയോ ഒക്കെ ഒരു ഫോട്ടോ ഇട്ടു, അത് പൊളിഞ്ഞു പോകും, താഴെ കമൻ്റ് എഴുതണോ? ഒരു ലൈക്ക് അടിച്ച് വിടാനുള്ള കേസേ ഉള്ളൂ. കൊള്ളാം. അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ, ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. അതിന് പോയി നെഗറ്റീവ് ഒരു കമൻ്റ് ഇടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കെതിരെ ഈ നെഗറ്റീവ് കമൻ്റൊക്കെ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തേയില്ല. മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇവനറിയത്തില്ല. ഇവൻ ആ ഒരു കമൻറ്റോട് ഇടുമ്പോൾ എനിക്ക് ചില്ലറ പോക്കറ്റിലോട്ട് വീഴുന്നുണ്ടെന്നുള്ളവർ അവനറിയത്തില്ല. ഇവൻ ഇത്ര നെറ്റ് ഉപയോഗിക്കുക, അതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇവനെത്ര ചീത്ത എഴുതിയാലും ഇവനറിയില്ല അവൻ എനിക്ക് ചെയ്യുന്ന സേവനം അത്ര വലുതാണ്. അതിൻ്റെ താഴെ ഒരു 5-6 മറുപടി, അതിൻ്റെ താഴെ പിന്നെയും മറുപടി ഇങ്ങനെ കിടക്കുക. യൂട്യൂബിലൊക്കെ വന്നിട്ട് ഓരോന്ന് എഴുതിയിടും. ഇനി ഇത്രാമത്തെ മിനിറ്റിൽ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റവനെ വേറൊരുത്തൻ അവിടുന്ന് വന്നിട്ട് നീ അതൊന്നുകൂടെ നോക്കടാ, അവനാണ് നമ്മുടെ കക്ഷി. നിന്റെ വല്യവൻ കണ്ടം വഴി ഓടിയടാ, നമ്മളിതൊന്നും കണ്ട ഭാവേ നടിക്കരുത്, അത് ആ വഴി പോക്കോട്ടെ. സ്തോത്രം. ഞാൻ ദുബൈയിൽ ആദ്യം വരുമ്പോൾ എന്നെ ഒരു അച്ചായൻ കൊണ്ടിട്ട് മുറി പാർപ്പിച്ചു. നമ്മുടെ ഷിബൂറത്തറിൻ്റെ വീടൊക്കെ നല്ല സൂപ്പറാണ്. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കൂടെ കഷ്ടിച്ച് ജീവിക്കാനുള്ള ഇതേ ഉള്ളൂ. പുള്ള വീട്ടിൽ ഞാൻ നാട്ടിൽ നിന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. വലിയ വീടാണ് നാട്ടിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, വീട് ഒന്നും ആയില്ലല്ലോ പാസ്റ്റർ. ഞാൻ പറഞ്ഞു എനിക്ക് വീട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് സഹോദരനെ പോലൊരാളെ ഈ നാട്ടിൽ വിട്ട് ഇങ്ങനെ ഞെരുങ്ങിക്കഴിയാൻ ഉള്ള അവസരം തന്നിട്ട് താങ്കളുണ്ടാക്കിയ വീട്ടിൽ ഞാൻ അതേ അന്തസ്സായിട്ട് അവിടെ കഴിയുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. കുറേ ദൂതന്മാർ ഇങ്ങനെ നടക്കാൻ പോയി. പല സ്ഥലം കണ്ട് നമ്മുടെ നാടൊക്കെ വന്ന് കണ്ടിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടു ദൂതന്മാർക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. മൂത്ത ദൂതനൊക്കെ ചെറിയ ദൂതന്മാർ പറഞ്ഞൊരു കഥയാണ്. ഇതെല്ലാം ഇട്ടിട്ട് ഇവർ ഈ സൗദി പോയി ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും സ്ഥലമുണ്ടല്ലോ. അന്ന് വലിയ ദൂതൻ പറഞ്ഞു കൊടുത്തു, കുഞ്ഞ് ഇവന്മാർക്ക് എന്തോ കൊടുത്താലും ഇവരവിടെ നിൽക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയുള്ള തലമുറയ്ക്ക് ഇവർ കണ്ടോ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലേ, 2030 ആകുമ്പോഴേക്കും അല്ലേ. അപ്പോൾ അവിടെ നിൽക്കാനുള്ള പണി നോക്കിക്കോണം. അടുത്ത പ്രോജക്റ്റിലേക്ക് കിടന്നോണം, ചിന്തകൾ അങ്ങോട്ട് പോക്കോണം അല്ലേ. അപ്പോഴേ ദേവാലയം നല്ലതാ എന്നാ പറയേണ്ടത്. പക്ഷേ യേശു പറഞ്ഞോ? ഇല്ല. നല്ലതെന്ന് പറയണ്ടേ? എന്താ പറയാഞ്ഞേ? കാരണമുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ പോയ സ്ഥലത്ത് ഒരു ചോദ്യം, കർത്താവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു? കേട്ടുള്ള ചോദ്യം. ഇവിടെ ചോദ്യം വന്നില്ല, എങ്കിലും ഉത്തരം ഇരുന്നുണ്ടായി. ഒറ്റ വാക്കിൽ പറയാം, ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയണ്ടേ? ഈ ട്രാഫിക് വയലേഷൻ പാവം തെറ്റാ അല്ലേ, അതിന് ഫൈനുണ്ട്. ട്രാഫിക് വയലേറ്റ് ചെയ്യുന്ന, നിയമം ലംഘിക്കുന്ന നിങ്ങളെ അതേ വഴി വന്ന് ബലം പ്രയോഗിച്ച് പോലീസ് പിടിച്ചാൽ പോലീസിൻ്റെ പേര് കേസ് വരുമോ? കാരണം എന്താ? നിയമം നിയമദാതാവിൻ്റെ മീതെ അല്ല. ബ്രേക്കിംഗ് ലോ ആണ് സിന്ന്. ആ ലോ തന്നവൻ ലോയ്ക്ക് താഴെ അല്ല. ഭൂമിയിലായിരുന്നപ്പോൾ ലോയ്ക്ക് കീഴെ ആയിത്തീർന്നു. അത് സ്വയം ആയിത്തീർന്നതാണ്. മൊത്തത്തിലെടുത്താൽ അവൻ ലോയ്ക്ക് കീഴിലല്ല. മനസ്സിലായോ? ലോയ്ക്ക് കീഴിലല്ല. ഇനി അതൊന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാം മനസ്സിലാകാൻ.
അപ്പോൾ ടെംപ്ടേഷൻ യേശുവിന് വന്നു. യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. അതൊക്കെ എന്താ? അപ്പോൾ ആ ചോദ്യം നമുക്കൊന്ന് നന്നായിട്ട് ഫേസ് ചെയ്യണം. ഒരു ചോദ്യം വരിക. ഇനി നമ്മൾ ഇത്രയും മുതിർന്നവരൊക്കെ ഉണ്ടല്ല, ഒരു ചോദ്യം. യേശുവിനൊരു ലൈംഗികമായ ചോദനയോ ഒരു സ്ത്രീ സംബന്ധിയായ പരീക്ഷണമോ ഉണ്ടാകുമോ? ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല. എന്താ കാര്യം? പറഞ്ഞുതരാം. ഇവിടെ ഈ രാഹുൽ ഗാന്ധി, ഇവിടെ മുത്തച്ഛൻ മോട്ടിലാൽ നെഹ്റുവിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പ് 27 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്. അത്രയും ദൂരത്ത് സ്ഥലമാണ്. കോടീശ്വരനാണ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ആ കാലത്ത് മധുര കാമരാജ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അമ്മ ജോലിക്ക് പോകുമായിരുന്നു എന്നാണ്. ജോലിക്ക് ഒന്നും എടുക്കുകയില്ലായിരുന്നാണ് മുൻ മുഖ്യമന്ത്രി. അങ്ങനെ സിമ്പിളായി ജീവിച്ച മനുഷ്യരുമുണ്ട്, സാധ്യത ഉണ്ടായിട്ടും. അതുകൊണ്ട് അവരൊക്കെ ആദരിക്കപ്പെടുന്നല്ലേ. അവിടെ നെഹ്റു ഇതുപോലെ സമ്പന്നനാണ്. നെഹ്റുവിൻ്റെ കൊച്ചുമോനാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി. ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു 10 സെൻറ്റ് സ്ഥലം കോട്ടയത്ത് തരാമെന്ന്. ഞാൻ പുള്ളി വരുമോ? കാരണം കോട്ടയത്ത് തരാം, നിങ്ങൾ വിളിക്കുക രാഹുൽ ഗാന്ധിയെ. കൊല്ലം റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലം തരാൻ ഞാൻ പുള്ളി വരുമോ? ഇല്ല. എന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ, കൊല്ലത്ത് 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെന്ന് ഒന്ന് വിളിച്ചു നോക്ക്. അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കാണിച്ചേ. എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ. 10 വേണ്ട. എന്താ കാരണം? നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇത് കണ്ട് കിടക്കുന്നവന് ഈ സ്ഥലം വല്ല വിഷയമാണോ? മനസ്സിലായത് നിങ്ങൾക്ക്? ഒറ്റ വാക്കി പറഞ്ഞാൽ, സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ എന്ത് കാട്ടി പരീക്ഷിക്കാൻ? ഇതാരാണെന്നോർത്താ പരീക്ഷ? ഈ പരീക്ഷയുടെ അർത്ഥം എന്താ? ഇതൊക്കെ കണ്ട യേശുവിന് എന്താ പ്രലോഭനം? യേശുവിൻ്റെ ആ ബോധത്തെ, യേശുവിൻ്റെ അസ്തിത്വത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന ഏത് സുന്ദരിയാണ് ലോകത്തുള്ളത്? ഏറ്റവും സുന്ദരി വരട്ടെ, അവൾ മോശപ്പെട്ട സ്വഭാവമാകട്ടെ, അവൻ ആ മാറോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ അണയ്ക്കും അല്ലേ? അവൾക്ക് ജീവിതത്തിലാദ്യ പിതൃസഹജമായ ജ്യേഷ്ഠസ്ഥാനീയം കൊടുത്ത, പിതാവ് കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം ആ പെണ്ണ് തിരിച്ചറിയും. ജീവിതത്തിലാദ്യം അവൾക്ക് പാപബോധം വരും, അവൾക്ക് കുറ്റബോധം വരും, അവൾ ഒരു പുതുസിറ്റിയായി തീരും. അങ്ങനെ ഒരുവനെ ലോകത്തുള്ളൂ, അത് നമ്മുടെ കർത്താവാ. സ്തോത്രം. അപ്പോൾ നമുക്ക് ചോദിക്കും, പിന്നെ ഈ പരീക്ഷ പറയാം. ഈ പരീക്ഷ ഇട്ടവനത് വലിയൊരു വിഷയമായിരുന്നു. പരീക്ഷ എഴുതിയ കോച്ചിനിതൊരു ഒന്നുമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇട്ട പരീക്ഷ ഗംഭീരമായിരുന്നു. ചോദ്യം കൊടുത്തവനെ ഇല്ല, ഉത്തരം അത്രയായിരുന്നോ? അല്ല. നമ്മുടെ ന്യൂട്ടൺ ഉണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ വലിയൊരു മാത്തമാറ്റീഷ്യനൊക്കെ ആയിരുന്നു അല്ലേ? ന്യൂട്ടൺ രക്ഷിക്കപ്പെട്ട ആളാന്നുള്ള അറിയാലല്ലേ? സ്നാനപ്പെട്ട ആളാന്നുള്ള അറിയാലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരുന്നു എന്ന് മാത്രമല്ല, ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിന് അദ്ദേഹം പഠനം നടത്തുകയും എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം, അപ്പോക്കലിപ്സിസ്, അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അങ്ങനെയുള്ള ആളാണ്. ശാസ്ത്രം പഠിച്ചതിലും അധിക സമയം ബൈബിൾ പഠിച്ച മനുഷ്യനാണ് സർ ഐസക് ന്യൂട്ടൺ. ഒത്തിരി കൃതികളുണ്ട് ബൈബിൾ സംബന്ധമായിട്ട്. ഈ ന്യൂട്ടനെ കുരുക്കാൻ ഒരു മാത്തമാറ്റീഷ്യൻ ഒരു പ്രോബ്ലം ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരെണ്ണം ഇങ്ങനെ തയ്യാറാക്കിയേക്കാം. ഇത് പുള്ളിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 1 മാസം നിങ്ങൾക്ക് തരുന്നു, ഇതിനകം ഈ കുരുക്കഴിച്ച് ഇതിൻ്റെ ഉത്തരം തരുമെങ്കിൽ നിങ്ങളൊരു മഹാനാന്നൊക്കെ ഞാൻ സമ്മതിക്കാം എന്ന് വെല്ലുവിളിച്ചു. ന്യൂട്ടൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഉത്തരം എഴുതി റെഡിയാക്കിയിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പുള്ളിക്ക് കൊടുത്തേക്കണം, താഴെ നിൻ്റെ പേരെഴുതി ഒപ്പിട്ടേക്കാൻ പറഞ്ഞു ഡ്രൈവറുടെ. ഇയാൾ പെട്ടെന്ന് ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നീ ഇവിടെ എന്താ പെട്ടെന്ന് വന്നേ? അന്നേരം പറഞ്ഞു, സാർ ഞാൻ പോകുന്ന വഴിക്കൊന്ന് വായിച്ചു നോക്കി, ന്യൂട്ടൻ്റെ അടുത്ത് വരെ പോയില്ല, അതിന് മുമ്പ് ഇത് ഞാൻ ഇതങ്ങ് ചെയ്യുന്നു. അങ്ങനെ ന്യൂട്ടൻ പറഞ്ഞേ. പക്ഷെ ഇത് കണ്ട മാത്തമാറ്റീഷ്യൻ നടുങ്ങിപ്പോയി.
കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ന്യൂട്ടനെ വെല്ലുവിളിച്ചത് ശരിയായില്ലല്ലോ, ന്യൂട്ടൻ തന്നെ ചെയ്തതാണെന്ന് മനസ്സിലായി. ആ കുറിപ്പിൻ്റെ താഴെ അദ്ദേഹം എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്, ഗ്രീക്കിലാണ്. താങ്കും അങ്ക്വി ലിയോണം. എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇതിലാ ലിയോണത്തിൻ്റെ, ലയണിൻ്റെ ഇതിലാ സിംഹം സ്പർശിച്ചിട്ടുണ്ട് ഈ കുറിപ്പിൽ. ഏതാ സിംഹം? ന്യൂട്ടൻ. അപ്പോൾ പരീക്ഷ ഇട്ടവൻ ഇത് ഭയങ്കര ചോദ്യം. ഉത്തരം എഴുതിയ ന്യൂട്ടൻ ഇത് LKG പോലും ഇല്ല. ആ കർത്താവിനെ നമ്മൾ സേവ് ചെയ്യുന്ന കേട്ടോ. ഹല്ലേലൂയ. പരീക്ഷകൻ അടുത്ത് വരുമ്പോഴൊക്കെ ഓർക്കണം, ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ജയിച്ചവനൊപ്പം നിൽക്കണം. ഇതേവിടെ ഫുട്ബോളും വരുന്നു. ഫുട്ബോൾ വരുമ്പോഴേക്ക് നമ്മുടെ ടീം തോക്കുന്നു, നമുക്ക് മാനസികമായിട്ട് ദുഃഖം വന്നാൽ അന്നേരം കൂറുമാറിയാൽ മതി, നമ്മളങ്ങ് ജയിച്ചു. സംഗതി മോശമെന്ന് കണ്ടാൽ നമ്മൾ നേരെ മെസ്സിയെ വിട്ടേക്കണം. അല്ലെങ്കിൽ ആരാ കിട്ടുന്നവൻ്റെ അടുത്ത് കൂടെ കൂടിക്കഴിഞ്ഞാൽ, ജയിച്ചവൻ്റെ കൂടെ നിന്നാൽ നമുക്കൊരു സംതൃപ്തി. ഇങ്ങനെയാ കർത്താവ് ജയിച്ചതെന്ന്. തോറ്റുകിടന്ന നമ്മെ കർത്താവ് ജയിച്ച് കാണിച്ചപ്പോൾ നാം ആ നിരക്കൊപ്പം നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് യേശു പറഞ്ഞു, ഈ ദേവാലയം തകരും. ശിഷ്യൻ്റെ ചോദ്യം, അത് എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ വരവിനും. നമ്മുടെ ബൈബിളിലെല്ലാം ലോകാവസാനം, തമിഴിൽ എങ്ങനെയാണെന്നറിയില്ല, നോക്കിയാൽ മതി. ശരിക്കും പറയേണ്ട യുഗാവസാനം, ദ എൻഡ് ഓഫ് ഡിസ്പെൻസേഷൻ, അയോണ എന്ന് ഗ്രീക്കിൽ. എന്താണ് നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം? ഇത്രയും ചോദിച്ചതേ ഉള്ളൂ. ഒരു നീണ്ട പ്രസംഗം. ആ പ്രസംഗം മാത്യു ചാപ്റ്റർ 24, മാർക്ക് ചാപ്റ്റർ 13 ആൻഡ് ലൂക്ക് ചാപ്റ്റർ 21. 3 അധ്യായങ്ങൾ ഇതിനെപ്പറ്റി മാത്രമുള്ളതാണ്. യേശു ഈ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരവാണ്. അതിങ്ങനെ നീണ്ട ഒരു പ്രസംഗമാണ്, രസകരമായൊരു പ്രസംഗമാണ്. എന്നിട്ട് പറഞ്ഞു, അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, ആ നാളും നാഴികയും ചുരുങ്ങാതിരുന്നാൽ ഒരു ജാതിയും രക്ഷിക്കപ്പെടില്ല. എന്നാൽ എൻ്റെ ശ്രേഷ്ഠന്മാർ, വിശുദ്ധന്മാർ നിമിത്തം ആ ദിവസങ്ങൾ ചുരുക്കമാകും. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നു, ദേവാലയം തകരും. ഗർഭവതികൾക്കും മുലയൂട്ടുന്നവർക്കുമൊക്കെ അയ്യോ കഷ്ടം. യേശുവിൻ്റെ തീവ്രതയാർന്ന പ്രവചനം. ഈ പ്രവചനം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇവിടുന്ന് ഏകദേശം 40 ആണ്ട് കഴിയുമ്പോൾ ഈ രാജ്യം 40 ആണ്ട് കഴിഞ്ഞ്, അന്ന് ലോകം ഭരിക്കുന്ന റോമക്കാരാ. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ കഴിഞ്ഞ പോലെ ഇസ്രയേൽ റോമിന് കീഴിലാണ്. ലോകം ഭരിക്കുന്ന റോമൻ രാജാവിൻ്റെ ചക്രവർത്തിയുടെ സേനാനായകനുണ്ടായിരുന്നു. അയാളുടെ പേര് ടൈറ്റസ് എന്നായിരുന്നു. മൊത്തം പേര് ടൈറ്റസ് കൈസർ. ഈ ടൈറ്റസ് കൈസർ എന്ന് പേര് വരാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, ടൈറ്റസ് കൈസർ എന്ന് പേര് വരാൻ കാരണം എന്ന് ഒരുത്തം പറയാം, എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ പറയാം, പട്ടിയുടെ പേരാ. ഓരോ ഉത്തരവേ അതിനറിയാം. വലിയ അഹങ്കാരം കാണിക്കുന്നവനെയൊക്കെ കാല വിട്ട് വിളിക്കുന്നത് എങ്ങനെയാ? ടിപ്പു സുൽത്താൻ ഒരുത്തനുണ്ടായിരുന്നു, ഇപ്പോൾ വിളിക്കുന്ന ആരെയാ? ടിപ്പു ഇവിടെ വാടാന്ന് വിളിക്കുന്ന ആരെയാ? കണ്ടോ, ഒത്തിരി അഹങ്കരിക്കാൻ പോകരുത് നമ്മളതാ ഞാൻ പഠിച്ചൊരു പാഠം. പിന്നാലെ വരുന്ന പിള്ളേർ നമ്മുടെ പേര് ആർക്കിടും? ഇങ്ങനെ ഇട്ട് വിളിക്കുമെന്ന്. കൈസർ യേശുവിനെ ക്രൂശിച്ചതാ, ഇപ്പോൾ പേരിട്ടേക്കുന്ന പട്ടിക്ക് എടുത്തോടാന്ന്. കൈസറേ ഇവിടെ വരാൻ അല്ലേ? കൈസർ ഒരു സ്ഥാനപ്പേരാണ്. ഇതുപോലെ ഉണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒക്കെ പേരാ പട്ടിക്കിടുന്നത്. പോട്ടെ. അപ്പോഴേ ഈ കൈസർ പിന്നെ ചക്രവർത്തി ആകുന്നുണ്ട്. ഈ രാജ്യം വന്ന് പിടിച്ചെടുക്കുന്ന ടൈറ്റസ് കൈസർ, ഇയാൾ വന്ന് ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. യെരുശലേമും ഭൂപ്രദേശങ്ങളും ഒക്കെ അടങ്ങുന്ന ആ സ്ഥലം ഒരു കോമ്പൗണ്ട് വാൾ വെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. 12 വാതിലുണ്ട് അതിന്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ 8 വാതിലായിട്ട് ചുരുങ്ങും. പണി എങ്ങനെ ചരിത്രത്തിൽ കാണുന്നത്. ഈ വാതിലിൽ അകത്ത് മനോഹരമായ യെരുശലേം ദേവാലയം, ഈ കോമ്പൗണ്ട് വാളിനടുത്ത് അകത്ത്. ടൈറ്റസ് പറഞ്ഞു,
ഒരു ഉത്തരവിട്ടു. ആണെ കീഴടങ്ങിയാൽ രക്ഷപ്പെടാം, ഇല്ലേ രക്ഷയില്ല. യഹൂദൻ കീഴടങ്ങും. വനനത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുക. ടൈറ്റസ് ഒരു പുതിയ തന്ത്രം. അകത്തോട്ടാർക്കും പ്രവേശനമില്ല, പുറത്തിരിക്കുന്നവർക്ക് രക്ഷപ്പെടാം. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ പറ്റില്ല. സ്ട്രിക്റ്റാണ്. മാസങ്ങൾ അതിനകത്ത് ജൂതന്മാർ കുരുങ്ങിപ്പോയപ്പോൾ കരുതി വെച്ച ധാന്യമണികളും ഭക്ഷ്യവസ്തുക്കളും ഉണക്കിയ പഴങ്ങളും വെള്ളവും ഒക്കെ തീർന്നു. കുറഞ്ഞ് കനത്ത ദാരിദ്ര്യത്തിലേക്ക് മാറി. അതിൻ്റെ ആധിക്യത്തിൽ അവിടെയുള്ള ഒട്ടകങ്ങൾ അത്തരം മൃഗങ്ങളെയൊക്കെ കൊന്നു ഭക്ഷിച്ചു. ഒട്ടകങ്ങൾക്കും തീറ്റയില്ല, പരിരക്ഷയില്ല. ഒടുക്കം ചത്തുപോയ ഒട്ടകങ്ങളുടെ മാംസം വരെ ഭക്ഷിക്കേണ്ടി വന്നു. ചീഞ്ഞഴുകിയ മാംസം ഭക്ഷിക്കേണ്ടി വന്നു. നിലത്തെ പുല്ല് പറിച്ചു തിന്നേണ്ടി വന്നു. മനുഷ്യൻ സമനില തെറ്റുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി. എന്തിന്? സ്വന്തം ചെരുപ്പ് കടിച്ചു പറിച്ചു ഭക്ഷിക്കേണ്ടി വന്നു. പിന്നെ വസ്ത്രം ഭക്ഷിച്ചു. സമനില തെറ്റിയാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. കുഞ്ഞുങ്ങളും മക്കളെയൊന്നും തിരിച്ചറിയുന്നില്ല. പട്ടിണിക്കോലങ്ങളായി മാസങ്ങൾ കൊണ്ട് മാറിയ ആ മനുഷ്യരെ ടൈറ്റസ് ഇരമ്പിക്കയറി വെട്ടിക്കൊലപ്പെടുത്തി. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചവരെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തി ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു: ഈ ദേവാലയത്തെ തുടരുത്, അതവിടെ നിൽക്കട്ടെ, അതിന് നമുക്ക് വേണം. എന്തിനാ? നമ്മുടെ ദേവൻ്റെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചിട്ട് നമുക്കിതൊരു ക്ഷേത്രമാക്കണം. പദ്ധതി. ഇരമ്പിക്കയറിയ ടൈറ്റസിൻ്റെ സേന, ഈ ടൈറ്റസിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു തകർക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നടന്ന ഒരു സൈനികൻ്റെ കൈപ്പിഴ കൊണ്ട് തീ പിടിച്ചു. ദേവദാരു പലകകളാണ്, അതിലേക്കൊക്കെ തീ ആളിക്കത്തി. അവിടെ ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ നിരവധി ശേഖരമുണ്ട്. അതിലെല്ലാം തീയാളിപ്പടർന്നു. ആളിക്കത്തുന്ന തീയിൽ ദേവാലയത്തിനകത്തുനിന്ന് പുക വമിച്ചു. ചുണ്ണാമ്പ് കല്ലുകളാണ് അതിൻ്റെ കെട്ട്. ഇത്രയൊക്കെ ഉണ്ട് ഒരു കല്ലെന്ന് പറഞ്ഞാൽ. ഇത്തരം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന പടുകുറ്റൻ ദേവാലയം, കൊത്തുപണിയ മുത്തുകളാൽ അലങ്കരിച്ചിരിക്കുന്ന മനോഹര സൗധം, ഇതൊക്കെ തീവെന്തും പഴുത്തും കല്ലുകൾ തെറിച്ചും ആളുകൾ പല വഴിക്ക് ഓടി. ദിവസങ്ങൾ നീണ്ടു നിന്നു പുക. ഒടുക്കം സ്വയം കെട്ടണഞ്ഞു. ആരോ പറഞ്ഞു: പ്രഭോ, ഇതിലെല്ലാം സ്വർണമുണ്ടായിരുന്നു, കോടികൾ വിലമതിക്കുന്ന സ്വർണം. ഇതെല്ലാം കത്തി ഉരുകി സ്വർണ്ണക്കട്ടികളും സ്വർണ്ണത്തരികളുമൊക്കെയായി ക്രിസ്റ്റലുകൾ ഈ ഭൂമിയിൽ എവിടേക്കോ കിടപ്പുണ്ടാകും. ചിലതിൻ്റെ മീതെ കല്ലുകൾ വീണു. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം. ടൈറ്റസ് ആനകളെ കൊണ്ടുവന്നു. ആനകൾ അവിടെയൊക്കെ അപൂർവമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. മാസങ്ങളെടുക്കും. എന്നാൽ ഞങ്ങൾ ഈ ഇവിടുത്തെ കഥകളൊക്കെ പറയുമ്പോൾ ഒരു സംഭവം പറയാറുണ്ട്. അൽ ഫീൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് ഖുർആനിൽ. അൽ ഫീൽ, ആന എന്നതിൻ്റെ അർത്ഥം ആനക്കലകം. സൗദി അറേബ്യയിലെ മെക്കയിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം നിങ്ങൾ ഗൂഗിൾ ചെയ്യണം. ഒരു 2000-1700 കിലോമീറ്റർ വരും. പണ്ട് അവിടുന്ന് ഒരു അബ്രഹാത്ത് എന്ന് പറഞ്ഞൊരു രാജാവ് ആനകളെയും കൊണ്ട് യുദ്ധത്തിന് വന്നു. ഇവിടെ മെക്കയുടെ അതിർത്തി വരുമ്പോഴേക്ക് അള്ള അയച്ച പക്ഷികൾ കല്ലെടുത്തെറിഞ്ഞ് ആനയെ തിരിച്ചു വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ദൈവം നോക്കിയാൽ കല്ലെടുത്തെറിയാം. പക്ഷിയെ കൊണ്ട് ചുട്ടുപഴുത്ത കല്ല്. ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് തർക്കം വേണ്ട, അല്ലേ? അപ്പോഴും ഞാനതിനോട് ചേട്ടാ, ഈ മിഡിൽ ഈസ്റ്റ് വഴി ഈ ചുട്ടുപഴുത്ത മണലിൽ കൂടെ ആനകളെയും കൊണ്ട് വന്നവനെ സമ്മതിക്കണമല്ലോ യുദ്ധത്തിന്. മനസ്സിലായില്ലേ? ഇന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അന്നത്തെ ചൂടത്ത് ഇപ്പം മഴയൊക്കെ ഉണ്ട്, തണലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ആനയും കൊണ്ട് വന്നെന്ന് ഇതുവഴി. ഇവനോർത്തില്ല, ഇതിലേ ചോദ്യം വരുമെന്ന് ഓർത്തില്ല. ഞാൻ പറഞ്ഞു ദൈവം ചെയ്തൊക്കെ ഞാൻ സമ്മതിച്ചു. ദൈവം ചിലപ്പം കല്ലെടുത്തെറിയണമെന്ന് പോലെ ഊതി തെറിപ്പിച്ച് ആനയെ വിട്ടു എന്നല്ല എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഈ യമനിൽ നിന്ന് 1800 കിലോമീറ്റർ ആനയും കൊണ്ട് വന്നവനെ സംബന്ധിച്ച് എന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു. പിന്നെ നീട്ടിയില്ല സംവാദം. കാരണം എന്നാ, ഇങ്ങനെ കുറേ കഥകളല്ലേ.
പോട്ടെ, ഇവിടെങ്ങും പറ്റിയ മൃഗമല്ല അല്ലേ ആന? ആണോ? അല്ല. അതുതന്നെ പഠിക്കാനുണ്ട്. ഈ ആന മാംസപ്പുക്കാരന് നമ്മുടെ അവസ്ഥ എന്ത് വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ആ ഇലയൊക്കെ തിന്ന് നമ്മുടെ ഒരു ഭാഗ്യം അല്ലേ? ആ, കാരണം എന്തോ ഇത് വല്ലാതെ ഫുഡ് എടുക്കുന്ന സംഗതിയാണ്. അതാ ഇല തിന്നാൻ വേണ്ടി ദൈവം വിധിച്ചത്. ദിനോസറുമൊക്കെ ഇലയൊക്കെയാണ് തിന്നല്ലേ? അങ്ങനെ കേൾക്കുന്നത്. നമ്മളെ അത് തിന്നിരുന്നെങ്കിലോ വലിയ പാടാ, മനുഷ്യരാശി ഉണ്ടാവില്ല. അപ്പോൾ ഈ ആനകളെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പകൾ കൊണ്ട് കല്ലുകൾ ഓരോന്ന് പിഴുതുമാറ്റി സ്വർണ്ണക്കട്ടി തേടുക. ത്തിൻ്റെ ശക്തി ഓർത്തോ. ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. അങ്ങനെ AD 70 ജെറുസലേം ദേവാലയം തകർന്നു. ജൂതന്മാരാരും പിന്നെ ജെറുസലേമിലില്ല. ജൂതന്മാരില്ലാത്ത ജെറുസലേം അവിടെ എല്ലാം ടൈറ്റസ് പിടിച്ചു. അവിടെ നിന്ന് ഒരു 50 വർഷം കൂടി കഴിഞ്ഞു. AD 123 അന്ന് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പേര് ഹദ്രിയൻ എന്നായിരുന്നു. ഹദ്രിയൻ ഒരു ഉത്തരവിട്ടു. യെറുസലേമിലെന്നല്ല, പാലസ്തീനിയയിലെങ്ങും ഒറ്റ യഹൂദനെ കാണരുത്, വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, തുടച്ചു നീക്കി, പുറത്ത് പോകലാൻ പറഞ്ഞു, ചാടിച്ചു കളഞ്ഞു. അങ്ങനെ AD 123 ആകുമ്പോഴേക്കും യഹൂദനില്ലാത്തൊരു ഇസ്രയേൽ രൂപപ്പെട്ടു. സകല വഴിക്കും തിരിഞ്ഞു. നാടിൻ്റെ പല വഴിക്കങ്ങ് തിരിഞ്ഞു. ഇങ്ങനെ ചിതറിപ്പോയ ജൂതന്മാർ നല്ല മിടുക്കന്മാരായിരുന്നു. അല്ലെങ്കിൽ തന്നെ നല്ല ബുദ്ധിശക്തി, ചിന്താശേഷി, ആരോഗ്യം, സൗന്ദര്യം, സകല നിലകളിലും നല്ല ശക്തന്മാർ. സമ്പത്തുണ്ടാക്കി പെട്ടെന്ന്. നോക്കി നിൽക്ക ജൂതന്മാർ സമ്പന്നരാകും. എങ്ങനെ ജൂതന്മാർ നോക്കി നിൽക്കുക സമ്പന്നരാകുമെന്ന് അറിയണ്ടേ? അതിൻ്റെ പരിപാടിയുണ്ട്. നമ്മുടെ ഒക്കെ കയ്യിലിരിക്കുന്ന പണം അവർ വാങ്ങും, നമുക്കൊരു പലിശ തരും. ഇത് മറ്റൊരിടത്ത് കൊടുക്കും. ഒറ്റവാക്ക് പറഞ്ഞാൽ ബാങ്കിങ്. ഈ ബാങ്കിങ് എന്ന ആശയം ലോകത്തിന് കൊണ്ടുവരുന്നവരാ ജൂതന്മാരാ. സാമ്പത്തിക ശാസ്ത്രമുണ്ടല്ലോ, എക്കണോമിക്സ്, അതിൻ്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാ? ആഡം സ്മിത്താണ്. അതൊരു ജൂതനാണ്. മൂലധനം ഈ ആശയത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ ഉപജ്ഞാതാവായ മാർക്സ് ഒരു യഹൂദനാണ്. കീബോർഡ് വായിക്കുന്നവരാ ഈ മോനല്ലേ? മോനെ ബീഥോവൻ ഒരു യഹൂദനാണ്. ബീഥോവൻ. മോസാർട്ട് ഒരു യഹൂദനാണ്. പിന്നെ മൈക്കൽ ഫാരഡേ ഒരു യഹൂദനാണ്. മറ്റേ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു യഹൂദനാണ്. പിന്നെ മാഡം ക്യൂറി, പിയറി ക്യൂറി, രണ്ടുപേരും ജൂതന്മാരാണ്. ഗ്രിഗർ മെൻഡൽ ജൂതനാണ്. ശാസ്ത്രമെടുത്താൽ, സാഹിത്യമെടുത്താൽ ലോകത്ത് മനുഷ്യരാശിയെ ആധുനികവൽക്കരിച്ച സകല ചിന്തയുടെയും പ്രഭവ കേന്ദ്രം ഒന്നുകിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി. നമ്മളാണെന്ന് ലോകത്തെ മാറ്റിയേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം. ദുബൈയിൽ നിന്ന് പണ്ട് അവിടുത്തെ ഒരു പ്രിൻസ്, അയാൾ കൂട്ടുകാരുമൊക്കെ കൂടി ഇങ്ങനെ എന്നിട്ട് പെട്ടെന്നൊരു തോന്നൽ വന്നിട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് ഇന്ത്യ വന്നു. ഡൽഹി വന്നിറങ്ങി. ഇവിടുത്തെ വലിയ പുള്ളിയല്ലേ, അവിടെ വന്ന് എന്ത് ചെയ്തു? പുള്ളി ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ അടിച്ചു, വെള്ളമൊക്കെ അടിച്ച് കോൺ തെറ്റിയപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളോടല്ല ഏതാണ്ടെല്ലാം പറഞ്ഞ്, കണ്ടവരോടല്ല ഏതാണ്ടും പറഞ്ഞ് ഡൽഹി പോലീസല്ലേ അടിച്ച് തിരിച്ചു കളഞ്ഞു. ആരാ എന്നാന്ന് ഇവർക്കും അറിയത്തില്ല. അടി കൊടുത്തു കഴിഞ്ഞ് ചവിട്ടി കയറ്റി വിടുവും നമ്മളുള്ള കയറ്റിഞ്ഞ് വിട്ടു. അയാൾ കാണിച്ച തെറ്റെറിയ. ഇങ്ങോട്ട് വന്നിട്ടേ എയർപോർട്ടിലോട്ട് ഇറങ്ങി അവിടെ മുതൽ ഇന്ത്യക്കാരനെ തെരഞ്ഞു പിടിച്ചടിക്കാൻ തുടങ്ങിയവൻ. അടിച്ച് നിരത്തി. ഇന്ത്യക്കാരനാണെന്നറിയാം, അടി ഉറപ്പ്. അവനോട് ചെയ്ത ക്രൂരത അതുപോലെ കൊടുക്കുക. അവനൊന്ന് ശാന്തമായപ്പോൾ അപ്പൻ നല്ല പക്വതയുള്ളവനായിരുന്നു. അപ്പൻ ഈ കാര്യമൊക്കെ അറിഞ്ഞു. എന്നിട്ട് ഒരു കർഫ്യൂ
3 ദിവസത്തേക്ക് ഇന്ത്യക്കാർ പുറത്തിറങ്ങരുത്. മൊത്തം പേരും ഭക്ഷണം മേടിച്ചുകൊണ്ട് അകത്ത് കയറിക്കണം, വെള്ളമൊക്കെ സംഭരിച്ചോണം, പുറത്ത് വരല്. 1 ദിവസം 2 ദിവസം 3 ദിവസം ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പയ്യനെയും കൊണ്ട് അപ്പൻ മാടെല്ലാം ഒന്ന് കാണാൻ പോയി. അല്പം കഴിഞ്ഞ് അവന് വിശന്നു. വെള്ളമില്ല, കരുതി വെള്ളമൊക്കെ തീർന്നു, കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. വെള്ളം ചടിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, എവിടുന്നാ വെള്ളം? ആഹാരം എവിടുന്നാ? കാരണം കടയെല്ലാം അടച്ചേക്കുക, കാരണം നീ സമ്മതിക്കില്ല. ശാന്തമായപ്പോൾ മോനോട് പറഞ്ഞു, നിൻ്റെ രാജ്യം വെറും മരുഭൂമിയായിരുന്നു, അങ്ങനെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചതേ ഇന്ത്യക്കാരൻ്റെ ചോരയും നീരുവാ. അവൻ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നീ ബാക്കി കാണുകയല്ല. മനസ്സിലായോ? ഞങ്ങളൊക്കെ ഡിബേറ്റ് നടത്തുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയാണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത്തരം രാജ്യങ്ങളിൽ പോയി ജീവിച്ചുകൊണ്ടാണ് അവിടുത്തെ മാത്രമല്ല ചോരയും നീരും ഇവിടെ അധ്വാനിച്ചിട്ടൂടെ ആണിത്. നമ്മൾ അധ്വാനിക്കുന്ന ചോരയും നീരും ഒരു പണിയും ചെയ്യാത്തവൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും സാമൂഹ്യ ശാസ്ത്രത്തിൽ പറയത്തില്ല. ഇവൻ്റെ കണ്ട് കാരണ്യ, ഇവൻ്റെ ഏതാണ്ട് കാരണ്യ അല്ലെന്നേ, നമ്മുടെ അധ്വാനമുണ്ട്. രാജാവ് പറഞ്ഞു, നിനക്ക് പറ്റിയതെന്താ? കാര്യമെല്ലാം കേട്ടോ ശരി, ഞാൻ നിന്നെ ഇന്ത്യയിലേക്ക് ഇവിടെ ആരാ തല്ലുന്നെന്ന് കാണട്ടെ. ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോൾ ഉണ്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുണ്ട്. ഇതൊക്കെ വരുത്തി ഡൽഹി തന്നെ ഇറക്കി, ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഇറങ്ങിപ്പോണ്ട് പഴയ അടിച്ച കക്ഷികളെല്ലാം വന്ന് നിൽക്കുന്നു. ഇപ്പോൾ രീതിയെല്ലാം മാറി ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ? ചെല്ലേണ്ട രീതി ചെല്ലണം. ചുമ്മാ അവിടെ ഇവിടെ കയറി വെള്ളം അടിച്ച് കറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിനക്കിതെല്ലാം വേണ്ട കിട്ടും. നിൻ്റെ അടുത്ത് ഒരു ബില്ല് പോലും ഇല്ല. സാറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അവനത് വേണ്ട. ചില പുള്ളികൾക്ക് പിടികിട്ടിയോ? അങ്ങനെ തുടച്ചു മാറ്റി ചില കരിശം കയറിയാൽ അങ്ങനെ നാഗരികതകളോടും ആളുകളും ഒക്കെ എതിർക്കും. വിവരക്കേട് അതൊക്കെ അല്ലേ? സ്തോത്രം. നമ്മുടെ സമൂഹത്തിൽ വന്ന് പാർക്കുന്നവരോട് കാണിക്കേണ്ട വലിയ ആദരവുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ. ഈ തദ്ദേശവാദമൊക്കെ തെറ്റാണ്, എടുക്കരുത് അങ്ങനെ. നമ്മുടെ നാട്ടിൽ നാളെ നമ്മൾ വളർന്നാൽ പോലും അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണല്ലേ നാട്, അങ്ങനെ കാണണം. സ്തോത്രം. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു നാശപ്പെർമിറ്റ് വണ്ടി. അപ്പോൾ നമുക്കിങ്ങനെ കയറി പോകണം. ഇയാളിട്ട് വേഗത്തിൽ പോകും, അതും ഇല്ല ഇങ്ങനെയില്ല, എല്ലാവരും അങ്ങ് ശവിക്കുക. ഇയാളിതെന്തോ ഈ കാണിക്കുന്നു, 2 ഹോൺ അടിക്കുന്നു, ഭയങ്കര ഇറിറ്റേറ്റർ. പക്ഷേ കാര്യം അറിയണം, അവനാ കൊണ്ടുപോകുന്ന സാധനം എന്താണെന്നറിയണ്ടേ? എനിക്ക് ഉച്ചയ്ക്കുണ്ടാനുള്ള ചോറ് അരിയാ, പച്ചക്കറിയാ. അവനെ പണി മുടക്കിയാലേ ഊണ് കഴിക്കൂല. കടലിൽ പോകുന്നവൻ പണി മുടക്കിയാലേ തീന്മേശയിൽ വിഭവം വരികയില്ല. പലരെ കഷ്ടപ്പാടാണെന്ന് നമ്മൾ അന്യോന്യം സഹകരിച്ചല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിതമില്ല. അതാ സോഷ്യോളജിയിലൊക്കെ പഠിക്കണ്ട. പോട്ടെ. ചെതറിച്ചു ജൂതൻ ഇങ്ങനെ സമ്പന്നനായപ്പം നോക്കി നിൽക്കെ ഇവനോട് രൂപപ്പെട്ടൊരു വിരോധം പലർക്കും. ഒക്കെ നമ്മളോടൊക്കെ ചിലർക്ക് കാണും. ഇവിടൊക്കെ ഒന്ന് അധ്വാനിച്ച് അല്ലേ? ഞാൻ ഇന്നലെ അത് പറഞ്ഞു. ഈ കഠിനാധ്വാനം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് നിങ്ങളൊരു വീട് വെച്ചു, അല്ലെ മോളെ കോളേജിൽ ചേർത്തു, സ്കൂളിൽ ചേർത്തു. ഞാൻ നിരന്തരം ഇവിടെയൊക്കെ വരുന്നൊരാൾ, ഇവിടെ അങ്ങനെ ആദ്യമാണ് വരുന്നൊരാൾ എന്നുള്ള നിലയിൽ എനിക്ക് കുറേ മനുഷ്യാവസ്ഥ അറിയാം. പക്ഷേ ഇത് ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്. അവർക്ക് ഈ മനുഷ്യന് സഹിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരളവ് അറിയില്ല. ഒരളവ്. നിങ്ങളൊരു വീട് വെക്കുക, മക്കളുടെ സ്കൂളിൽ ചേർക്കുക, കോളേജിൽ ചേർക്കുക. ഇങ്ങനെ ഈ പാസുമാരെ പറ്റി ഞാനൊരിക്കൽ പറഞ്ഞു. മിക്കവാറും വരുന്നവരെല്ലാം പാസുമാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഞാനൊരിക്കൽ അച്ഛനോട് ചോദിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. ഈ അക്ഷരത്തിൻ്റെ തിരുത്താൻ പോയിട്ടുണ്ടോ വില്ലേജിൽ? 100 ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. 3 വർഷം കൂടുമ്പോൾ ഇത് ചെയ്യുന്നവൻ്റെ അവസ്ഥ അറിയാമെന്ന് ചോദിച്ചു. പാഴ്സനായി താമസിച്ചിട്ടേ ഇതെല്ലാം കെട്ടിപ്പൊക്കി അടുത്തടുത്ത് പോകണം. കുഞ്ഞുങ്ങൾ ആളുകളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്ക് അടുത്തടുത്ത് പോകണം, അവിടുന്ന് അടുത്തടുത്ത് പോകണം. അതൊരു ത്യാഗമാണ്. മിനിസ്ട്രി നന്നായി ചെയ്താലല്ലേ? അപ്പോൾ നമുക്ക് പരസ്പരം സഹകരിച്ചല്ലാതെ ഭൂമി മനോഹരമാവില്ല, ജീവിതം മനോഹരമാവില്ല, സമൂഹം നന്നാവില്ല. അതിലെല്ലാവരെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ഏതൊരാളും പ്രധാനിയാണ്. പാടുന്ന ആളും മൈക്കോപ്പട്ട് ചെയ്യുന്ന ആളും കൊട്ടുന്ന ആളും ഒരു കൈയടിക്കുമ്പോൾ പോലും നമ്മുടെ ആരാധനയിൽ ഒരു ഏകീകരണം വരുന്നുണ്ട്. ചില ആളുകൾ പിണക്കം വന്നാൽ ഈ കൈയടിച്ചങ്ങ് തെറ്റിച്ചുകളെ. നമ്മളോർക്കും ആത്മാവില്ലാന്നല്ല, കൈയടിച്ച് ചെതർപ്പിക്കുക.
ആ ഋതമെല്ലാം വിട്ടിട്ട് 5-6 കൈ അതിലെല്ലാം കയറി അടിച്ച്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ചില കക്ഷികൾ എന്ത് ചെയ്ത് ഈ പാട്ട് എനിക്കറിയാത്തതുകൊണ്ടാണ് പാടായിരുന്നത്. ചില എന്ത് ചെയ്ത് ഈ പാട്ട് പാടുകയില്ല, ആദ്യം എടുത്തിട്ടിട്ട് അനങ്ങാൻ നിൽക്കും. എൻ്റെ ദൈവത്താൽ പിന്നൊന്നുമില്ല. പാവപ്പെട്ട നമ്മളല്ലാതെ നിന്ന് നിശ്ചയമാനുഗ്രഹം എന്ന് പാടി 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 ഒരു പരുവാകുമ്പം അടുത്ത ലൈൻ എടുത്ത് നമ്മുടെ മണ്ടയ്ക്കോട്ടിടും. ഇവൻ പിന്നെ മിണ്ടത്തില്ല. ഇങ്ങനെയൊന്നും പക്ഷിപ്പിടി ചെയ്യരുത്. പക്ഷേ പറഞ്ഞത് ശരിയല്ലേ? ഈ തടിയെടുത്ത് നമ്മളത് ഉള്ളോട്ട് വെച്ചിട്ട് നമ്മളിതുകൊണ്ട് നടക്കുക, മറ്റോ പുറകെ അനങ്ങാതെ വരികയാണ്. ശരിയല്ലേ? അങ്ങനല്ലത്. നമുക്ക് സഹകരിക്കണം. ചതറിപ്പോയവൻ സമ്പന്നനായപ്പം കണ്ടവനൊരു പിണക്ക്. അതിലേറ്റവും ശക്തമായി ജൂതനെ ഉപദ്രവിച്ച 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ജർമ്മനി, ഹിറ്റ്ലർ. 2 ഇറ്റലി, ബെനിറ്റോ മുസോളിനിയുടെ ഇറ്റലി. ജൂതനോട് കനത്ത വിരോധം. അവർ വലിയ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ജൂതനെ പീഡിപ്പിച്ച രീതികൾ ഭീകരമായിരുന്നു. ജൂത വിദ്യാർത്ഥികൾ, ജൂത സമൂഹത്തെ ക്രൈസ്തവരും പീഡിപ്പിച്ചു, കാത്തലിക്സ് പീഡിപ്പിച്ചു, പ്രൊട്ടസ്റ്റന്റുകൾ പീഡിപ്പിച്ചു. ജൂതനെ സർച്ചക്രവർത്തിമാർ റഷ്യയിൽ പീഡിപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോഴും യഹൂദനെ ഉപദ്രവിക്കാത്ത, അവന് വേണ്ട പരീക്ഷ കൊടുത്തൊരു രാജ്യം അമേരിക്ക. അവനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട നാടാണ് നമ്മുടെ ഇന്ത്യ. നിങ്ങളിപ്പോൾ ഇസ്രായേലിലൊക്കെ ചെന്നിട്ട് ഇന്ത്യ എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തെന്നറിയാം. അത്ര സ്നേഹവും ആദരവും ഒക്കെ കാണിക്കും. ഒരു വിട്ടുവീഴ്ച അവർക്കുണ്ട്. ലോകം മുഴുവൻ ചെതറിയ ജൂതനെ കൈക്കൊണ്ടു നാട്ടിൽ. ബാക്കി പോയിടത്തെല്ലാം പീഡിപ്പിച്ചു. പീഡയുടെ ആധിക്യം കൊണ്ട് തകർന്നു തുടങ്ങിയ ജൂതന്മാർ, ഒറ്റപ്പെടുത്തപ്പെട്ട ജൂതന്മാർ, അവരുടെ കുട്ടികൾ കലാലയത്തിൽ ചേർന്നാൽ 1ാം സ്ഥാനം നേടിയാൽ പോലും അത് കൊടുക്കൂല. പറയും നിങ്ങൾ കോപ്പി അടിക്കും. കാരണം ബിക്കോസ് യു ആർ ജൂ. യേശുവിനെ ക്രൂശിച്ച ജനമല്ലേ, അവനെ അവിടെ ഇരുത്തിക്കൂ. ശാപം എന്നും കേൾക്കുന്നത്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ തദ്ദേശീയരായ അവസാനത്തെ ആളും കയറിക്കഴിഞ്ഞ് ജൂതന് പറ്റും. സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ആ നാട്ടുകാർ വന്ന ഇരട്ടിക്കൂലി. അവന് ക്യൂ ഒന്നുമില്ല. നമ്മൾ ക്യൂ നിന്നൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവൻ വന്ന് നാട്ടുകാരൻ കയറി നിൽക്കും. ജൂതന് പരിഗണനയില്ല. ഒരു ഘട്ടം ഇത് കഴിഞ്ഞപ്പോൾ ചെറിയ കുറ്റങ്ങൾക്ക് പോലും ഗുരുതര ശിക്ഷ. ഇല്ലാത്ത കേസുകൾ ചുമത്തി ജൂതനെ കൊല്ലാനും പീഡിപ്പിക്കാനും തുടങ്ങി. അടുത്ത ഘട്ടം അങ്ങോട്ട് കഴിയുമ്പോൾ ജൂത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച രീതി ഭീകരമായിരുന്നു. ഏതെങ്കിലും നിസാര രോഗത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങി നേരെ അടച്ചുറപ്പുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി കൈയും കാലുമൊക്കെ ബെൽറ്റിട്ട് ബന്ധിക്കും. ഇതോട് ചേർത്ത് മാരക രോഗങ്ങളുടെ അണുക്കൾ, പ്ലേഗിൻ്റെയും ക്യാൻസറിൻ്റെയൊക്കെ അണുക്കളെ കുത്തിവെച്ചവനെ രോഗിയാക്കും. അതിനകം ഈ ശരീരം കീറി മുറിച്ച് പഠിക്കുക ജീവനോടെ. ഇത്ര ഭീകരന്മാരായിരുന്നു ജർമ്മനിയിലുള്ളവർ. സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ച രീതികൾ പലതും ഒരു പൊതുജന സമക്ഷം പറഞ്ഞുകൂടാ. ചിലത് ഞാൻ പറയാം. ഗർഭവതികളായ സ്ത്രീകളുടെ വയർ പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് അത് ഉടച്ച് പരുവപ്പെടുത്തി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി യൂറോപ്പിൻ്റെ വിപണിയിൽ വിറ്റു ഹിറ്റ്ലർ. അവിടെ വലിയ ടോർച്ചർ ചെയ്യാൻ ചില സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ക്യാമ്പുകൾ, ഡെത്ത് ക്യാമ്പ് എന്നറിയപ്പെടും. വലിയ ഒരു തിയേറ്ററിനുള്ളിലേക്ക് 1000 പേർക്ക് ഇരിക്കാവുന്ന ഇടത്തേക്ക് 10,000-10,000 പേരെ തിക്കി തിരക്കി ഞെരുക്കി കയറ്റും. എല്ലാ കഥകളും അടച്ചിട്ട് ഒരു സുഷിരം മാത്രം തുറന്നിട്ട് അതിലൂടെ നീല നിറമുള്ള ഒരുതരം ഗുളികകൾ പുറത്തേക്കിട്ടു. ഈ ഗുളികകൾ നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നിട്ട് അവിടെയെല്ലാം ഒരു നേരിയ ചന്ദനത്തിരിയുടെ പുക പോലെ പുക പ്രത്യക്ഷമാകും. ഇത് ശ്വസിക്കുന്ന മനുഷ്യൻ നോക്കി നിൽക്കെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പഴുത്ത് ഛർദ്ദിച്ച് മരിക്കും. മരിക്കുന്നവൻ്റെ അവസ്ഥ വീഴാനിടയില്ല,
നിന്ന് ചാകുകയാണ്. അപ്പുറത്തൊരാൾ നിൽക്കുക. ഇങ്ങനെ ചത്തവൻ്റെ ശരീരം തീവണ്ടി വാഗണുകൾക്കുള്ളിലേക്ക് കയറ്റി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ദൂരെ കത്തിക്കുന്ന ചൂളയുണ്ട്. ആ ചൂളയിൽ കത്തിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന കൊഴുപ്പ് ശേഖരിച്ച് സോപ്പുണ്ടാക്കുക. അതിനു മുമ്പ് ചില പ്രക്രിയകളുണ്ട്. നമ്മുടെ ശരീരത്ത് നിന്ന് സൂട്ടും കോട്ടുമൊക്കെ ഊരി മാറ്റും. ഇവ വീണ്ടും സോർട്ട് ചെയ്യും. മോതിരം അഴിച്ചു മാറ്റും, മാല എടുത്തു മാറ്റും, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മാറ്റി നഗ്നരാക്കി ഇങ്ങനെ കടത്തി വിടുക. ഇതൊക്കെ വീണ്ടും വിപണിയിലെത്തിച്ച് വിൽക്കും. ഇങ്ങനെ കൊന്നൊടുക്കിയ മനുഷ്യരുടെ കണക്ക് കേൾക്കണം. 1,10,00,000 പേരെ ഹിറ്റ്ലർ ജീവകാലത്ത് കൊന്നു. അതിൽ 60 ലക്ഷം 60 ലാക്കാണ് നമ്പീസ് യഹൂദന്മാരുടെ കണക്ക്. 60 ലക്ഷം പേരെ കൊന്നു. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാർ ആകെ ദുഃഖിതരായി വിയന്നയിൽ ചേർന്ന ഒരു സമ്മേളനത്തിൽ ഈ പരിഭവം പങ്കിടവേ അവർ പറഞ്ഞു, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ആക്രമിക്കാം. നമ്മളെ ഒരു വഴിയുള്ളൂ, നമുക്ക് സ്വന്തമായി ജീവിക്കാൻ ഒരു സ്ഥലം വേണം. എത്രയോ സ്ഥലം ലോകത്ത് കിടക്കുക. നമുക്കാരെങ്കിലും ഒരു ജില്ല പതിച്ചു തരുമെങ്കിൽ വില കൊടുക്കാം. നല്ല ക്യാഷുണ്ട്. കാരണം അമേരിക്കയിലൊക്കെ ഉള്ള ജൂതന്മാർ കോടീശ്വരന്മാരായി. UK ഉള്ള പണം കൊടുത്തൊരു ജില്ല പോയിട്ടൊരു പഞ്ചായത്ത് വാർഡ് പോലും കൊടുക്കില്ല. ലോകരാഷ്ട്രങ്ങൾ നിലപാടെടുത്തപ്പോൾ അവർക്കൊരു ചിന്ത, അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളെ പറഞ്ഞ് പുറത്താക്കിയ പഴയ പാലസ്തീൻ തിരിച്ചു കിട്ടണം. അന്ന് പാലസ്തീൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കി സുൽത്താനെ കണ്ടു. ആവശ്യം അവർ പറഞ്ഞു. വിശാലമായ തുർക്കി സാമ്രാജ്യത്തിൻ്റെ അകത്ത് ഒരു 120 മൈൽ ചുറ്റളവ് വരുന്ന പാലസ്തീൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ഭൂമി ഞങ്ങൾക്ക് താ. വെറുതെ വേണ്ട, പണം തരാം. ഹുസൈൻ എന്നാണ് സുൽത്താൻ്റെ പേര്. ഹുസൈൻ പറഞ്ഞു, പണമൊന്നും വേണ്ട, സൗജന്യം തരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഒലിവുമലയിൽ നിന്ന് വടക്കോട്ട് നോക്കുമ്പോൾ ഗലീലിയ തടാകം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ തടാകം ലോപിച്ചൊഴുകുന്ന യോർദാൻ നദി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ യോർദാൻ നദി എന്ന് പറഞ്ഞാൽ ഗലീലക്കടലിലെ വെള്ളമാണ്. ഈ വെള്ളം എന്നെങ്കിലും ഒരിക്കൽ ഒഴുകി ഒലിവുമലയുടെ മീതെ കയറുന്നൊരു കാലം വന്നാൽ അന്ന് തരാം. എന്താ മനസ്സിലായി? 100-800 അടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ വെള്ളം കയറുന്നൊരു കാലം വരുമ്പോൾ തരാം. അങ്ങനെ കയറുമോ? നടക്കുമോ? നമ്മളാണെങ്കിൽ പിന്നെ അവിടെ തല ചൊറിഞ്ഞിരിക്കും. അച്ഛാ അത് എന്നായിരിക്കും? ഒന്ന് കുറിച്ചിടാനാ ഡയറിയിൽ. ഇവർ തിരിച്ചു നടന്നു, നടക്കയില്ലെന്ന് മനസ്സിലായി. ആ കൂടെ ഊർജ്ജസ്വലനായൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, BSc-കാരനാണ്. അവൻ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങനെ ഞങ്ങളെ കളിയാക്കി പരിഹസിക്കുക. പക്ഷെ ഞങ്ങളുടെ ആവശ്യകതയുമായി തുലനം ചെയ്യുമ്പോൾ അങ്ങനെയും സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്ന് അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ മറക്കണ്ട, പോവാം. പോന്നു. ആ ഘട്ടത്തിൽ ആ ലോകയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന് ബ്രിട്ടൻ, അമേരിക്ക, റഷ്യയെല്ലാം ഒരു ചേരിയ. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റ ചേരിയ ബ്രിട്ടൻ്റെ കൂടെ. മറുവശത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഇറ്റലി, ജർമ്മനി, ഫ്രാൻസും ഒക്കെ ഒരു ചേരി. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടമൊക്കെ ബ്രിട്ടന് മേൽക്കോയ്മയുണ്ടെങ്കിലും അല്പം കഴിഞ്ഞ് ബ്രിട്ടൻ തോൽവി മണത്തു തുടങ്ങി. അതുപോലെ ജർമ്മനിയുടെ അടി, ഇറ്റലിയുടെ പിന്തുണ അടിച്ച് തകർത്ത് കയറി വരുമ്പോൾ പരാജയത്തിൻ്റെ വക്കിലെത്തിയ ബ്രിട്ടൻ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതിരിക്കെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ
ഷെയ്ം വെയ്സ്മാൻ. വെയ്സ്മാൻ അദ്ദേഹത്തെ കണ്ടു. വെയ്സ്മാനെ കണ്ടിട്ട് ഈ അവസ്ഥ പറഞ്ഞു, പേടിക്കണ്ട, തണുപ്പ് വർഷിക്കുന്ന ഈ ഘട്ടത്തിൽ, വല്ലാതെ ശീതം തുടരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പക്കലിരിക്കുന്ന സ്വാഭാവിക വെടിമരുന്നിന് വിസ്ഫോടനശേഷി കിട്ടില്ല, തണുത്തുപോയി. അതാ പടയാളികൾ ക്ഷീണിക്കുന്നതും യുദ്ധത്തിൽ വിജയിക്കാനാവാത്തതും ഒക്കെ ഇതാ പ്രശ്നം. പേടിക്കണ്ട. ഏത് കനത്ത തണുപ്പിലും വിസ്ഫോടനം സൃഷ്ടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരാൻ പാകത്തിനുള്ള ഒരായുധം ഞങ്ങളുടെ പക്കൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന ഐസ് പെട്ടികളുടെ ശേഖരമാണ്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. യോബിൻ്റെ പുസ്തകം പ്രസംഗിച്ചേ. വെയ്സ്മാൻ ഇത്തരമൊരു ചിന്ത രൂപപ്പെടുന്ന എവിടാന്നറിയണ്ടേ? മനുഷ്യപുത്ര, നീ കന്മഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? ജോബിൻ്റെ പുസ്തകത്തിൽ കന്മഴ, മേഘത്തിൻ്റെ കൂട്, ഞാനവയെ പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ഈ സ്ഫോടക വസ്തു കൊടുത്തു. യുദ്ധം ബ്രിട്ടൻ അനായാസന ജയിച്ചു. ബ്രെയിൻ ജൂതിൻ്റെ ആയിരുന്നു. പകരം എന്തു വേണം? പകരം ക്യാഷൊന്നും വേണ്ട, പാലസ്തീനിയ തിരിച്ചു തരണം, ഞങ്ങൾക്ക് തരണം. ബ്രിട്ടൻ സമ്മതിച്ചാൽ യുദ്ധം തുടങ്ങുന്നത്. ഒരു കാര്യം, എതിർക്കുന്നിടത്ത് നമുക്കൊരു സന്തോഷം. അതിൻ്റെ ഗുണവും കണ്ടു തുടങ്ങി. കാരണം ഞാൻ ചെല്ലുന്നിടത്ത് ഒരു 4-5 വണ്ടി പോലീസ്. ആൾക്കാരോടെന്ന് പറയുമ്പോൾ ഞാൻ പണിയുടെ ലോകത്ത് ക്ഷണിച്ചാൽ പോലീസ് വരുമോ യോഗം കേൾക്കാൻ? അവരോടെ നിന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇമാര് വരികയില്ല. ഇവിടെ വന്നിങ്ങനെ ചുറ്റും നിൽക്കുക. എനിക്ക് വലിയ സന്തോഷമായി. ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പോലീസുമായിട്ട് യാത്ര. കേരള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പോലീസ് അധികം ഇങ്ങനെ അതിലെല്ലാം പോവാ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടാതെ ഇവിടെ ഏതാണ്ട് വിഷയം നടക്കുമെന്നൊരു കാണാൻ വരുന്നവനുണ്ട്. ഇവിടെ ഒരു അടി നടക്കും, പ്രശ്നം നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്തെന്ന്. കാരണം എന്നെയും പ്രതീക്ഷിച്ച് അവരിങ്ങനെ ഇരിക്കുക. ഞാൻ വേറെ വഴിയിലൂടെ കയറി പ്രസവം കഴിഞ്ഞ് അവിടുന്ന് പോകാനൊക്കെ ഉള്ള ടെക്നിക്ക് നമുക്കുണ്ട്. ഇനി പോയില്ലേലും കുഴപ്പമില്ല, സ്തോത്രം. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടിയുണ്ട്. കോടതിയും പോലീസൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മയങ്ങിയൊരു വീഴ്ച. PC ജോർജൊക്കെ ഉണ്ടല്ലോ, വീണ് ബോധം കിട്ടുക. ഞാനൊരുത്തോണ്ട് പക്ഷേ അങ്ങനെ വീടുന്ന ജനം തല്ലുത്. നീ അങ്ങ് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. കൊല്ലുവോ തിന്നുവോ പോസ്റ്റ്മോർട്ടം നടത്തുവോ എന്നാ വെള്ളം ചുതളാൻ പറഞ്ഞു. നമ്മളേ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ നിൽക്കുക നമ്മുടെ ശക്തിയിലല്ല. ഈ ശിംശോൻ്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ഓതുകാം? പറഞ്ഞു കൊടുക്കരുത് അവൻ നമ്മുടെ ശക്തി എന്താ പറയരുത്. ഞാൻ എൻ്റെ കൂടെ ഒരു ദിവസം ഉണ്ടാകും. ചിലക്കെല്ലാം അറിയാം, ഇന്ത്യ മുഴുവൻ പുള്ളി സൈക്കിളിൽ യാത്ര ചെയ്തൊരു മനുഷ്യനെ. അപ്പോൾ ഒരു ഉപദേശിയാണ്, സൈക്കിൾ ഉപദേശി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. എൻ്റെ കൂടെ ഒരു യോഗത്തിന് പുള്ളി വന്നു. പാവം മനുഷ്യൻ. പുള്ളി എൻ്റെ അപ്പുറത്തിരിക്കുക. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. ഞങ്ങളിങ്ങനെ ഫോൺ വിളിക്കാൻ വണ്ടി കൊണ്ട് സൈഡിൽ നിർത്തി ഒരു കുടിയൻ വന്ന് ഭയങ്കര അലമ്പ്, ഭയങ്കര ബഹളം. ഞാനെടുക്കുക ഈ കുടിയനോട് ചോദിച്ചിട്ടാ ഈ ഇരിക്കുന്ന ആരാ നിനക്കറിയാമെന്ന് ചോദിച്ചു. ഇവനാപ്പാടെ നോക്കിയിട്ട് എൻ്റെ സാറേ ഉപദ്രവിക്കല്ലേ എന്നായി, ഒന്നും ചെയ്യരുതേ എന്ന് പറയാം. അവൻ ഈ മാറി ഞാൻ വണ്ടി എടുത്തോണ്ട് പോരുമ്പോൾ ആ പുള്ളി എന്നോട് ചോദിക്കുക, സാറേ ആ പുള്ളി ഞാൻ ആരാന്നാ ഓർത്തേത്? ഞാൻ പറഞ്ഞാ ഇതുപോലെ എനിക്കറിയോ? എനിക്കൊന്നും അറിയില്ല. ആരാന്നോല്ലോ നമുക്കറിയാം. അവനെന്താ ഓർത്തെന്ന് എനിക്കറിയില്ല. അവനൊന്ന് മാറുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അതൊരു സത്യമാണ്. കാരണം നമ്മുടെ കൂടെയുള്ള ആരാന്ന് ഓർത്താൽ മതി അല്ലേ? ഇവൻ നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തി അറിയത്തില്ല, നമ്മൾ ആരാന്നറിയത്തില്ല. അത്രയൊന്നും പേടിക്കല്ലെന്ന്. കൗണ്ടറിലൊക്കെ നിൽക്കുമ്പോൾ അത്രയൊന്നും പേടിക്കരുത്. എന്നെ 1 മണിക്കൂറൂടെ നിർത്തി. ഞാൻ നിസ്സംഗതയോടെ അവിടെ നിന്ന്, നിങ്ങൾ ഇടുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇത് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ മോശമല്ലേ? നിങ്ങൾ തട്ടിക്കോ, എവിടെ വല്ലതും തട്ടുവോ കൊല്ലുവോ ഇഷ്ടമുള്ള ചെയ്യാം. നമ്മളിങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം കണ്ടവൻ ഓലപ്പടക്കം കണ്ടാൽ പേടി വരുമോ? ഈ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? അത് കാണണം നിന്ന്. അത് ആദ്യം കാണുന്നവൻ പറയും ഇപ്പം തന്നെ പോയേക്കാന്ന് പറയും. മരിക്കാൻ തയ്യാറാവും. ആ സാധന പൊട്ടുന്നേ. നമ്മളിതൊക്കെ കണ്ടിട്ട് വന്നു. ഈ പ്രവചനവും ഈ സംഭവമൊക്കെ പഠിച്ചിട്ടേ നമ്മൾ ഈ ഓലപ്പടക്കം കണ്ടൊന്നും പേടിക്കരുത്. ഹല്ലേലൂയ. ഈ സ്ഥിതി കണ്ടൊന്നും പേടിക്കരുത്. നമുക്ക് ധൈര്യം വരട്ടെ, ബലം വരട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടുന്ന ശബ്ദം കേൾക്കുമ്പോഴേ പറയണം അതൊക്കെ ശരിയാ, പക്ഷെ അതിലും വലിയവൻ എൻ്റെ കൂടെയുണ്ട്, അതിൽ ശക്തൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ലോക നിയമത്തൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ കിങ്ങിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, ഡൈനസ്റ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിയമമാണ്, നമ്മൾ പ്രാർത്ഥിക്കണമെന്നല്ലേ. അത് ഞാൻ പറയണ്ട, രേഖാമൂലം ഒരു രാജ്യത്തിലെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണതിന് ഒറ്റ പുസ്തകം ലോകത്തുള്ളൂ, ഒറ്റ പുസ്തകം. ഇത്രയും നമ്മളെപ്പോലെ രാജ്യസ്നേഹികളില്ല, ഇങ്ങനെ ഒറ്റ ഗ്രന്ഥമുള്ളൂ. രാമായണത്തിലും മഹാഭാരതത്തിലും ഒന്നും ഇല്ലെന്നേ, ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഗ്രന്ഥം നമ്മുടെ അഭിമാനമാണ്, ഇത് നമ്മുടെ ബലമാണ്, ഇത് നമ്മുടെ വിടുതലാണ്. അന്ന് തിരിച്ചു വന്നവർ ഒരു പോയിൻ്റ് 2 മിനിറ്റ് എടുക്കുള്ളൂ. ഈ തിരിച്ചു വന്നിട്ട് പതുക്കെ അടുത്തടുത്ത് കിടന്ന പാലസ്തീനികളൊരു സ്ഥലം മേടിച്ചു. ഇത് കൊടുക്കുമോ? കൊടുക്കും. മരുഭൂമിയല്ലേ, ഇവർക്ക് ഇതിൻ്റെ വില അറിയത്തില്ല. വിറ്റ് ഇവന്മാർ പുട്ടടിച്ചു. മലയാളത്തിൽ പറയാ പുട്ടടിക്കുക, അതിൻ്റെ അർത്ഥം എന്താ അറിയാമല്ലോ അല്ലേ? ഫുഡാകുമ്പോൾ ഒരുപ്പെട്ടവർക്ക് അറിയാം പുട്ടടിക്കുക എന്ന് പറഞ്ഞാലോ. അടിച്ചു തീർത്ത് പാലസ്തീനികൾ, വിദ്യാഭ്യാസമില്ല, അറിവില്ല. അങ്ങനെ വരാനുള്ളവരെ കയറി വരാൻ ഇവരെ പണവും കൊടുത്തു. അങ്ങനെ ജൂതന്മാർ ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ടടുത്തത് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അമ്മമാർക്ക്, അതിൽ കൂടുതലായാൽ അവാർഡ് കൂടുതൽ. നമുക്ക് മാത്രമേ അറിയില്ല മക്കളുണ്ടാകുന്നൊരു അനുഗ്രഹം കേട്ടോ. സ്തോത്രം. നമുക്കൊന്നും കുട്ടികളില്ല, കുറവാണ്. നമുക്ക് നാട്ടിൽ പോപ്പുലേഷൻ കുറഞ്ഞു, വെറുതെ വീടും വെച്ചിട്ടിരിക്കുക. കുഞ്ഞുങ്ങളുണ്ടാകണം, മനസ്സിലായോ? ദാരിദ്ര്യമുള്ള കാലത്ത് നമ്മൾ 5-8 മക്കളായിരുന്നു. ഇന്ന് അതൊക്കെ മാറ്റിയപ്പം മക്കളില്ലെന്ന്. കല്യാണമൊക്കെ കഴിപ്പിക്കുമ്പോൾ പാസ്റ്റർമാരിത് പറയണം, തലമുറ വേണം, കുഞ്ഞുങ്ങൾ വേണം, വേണ്ടേ? പണ്ടെന്തോ ഒരു കുറഞ്ഞ കാര്യം പോലെ. പക്ഷേ ഇന്നും രാജ്യത്തിന് മനസ്സിലായി ഇതൊക്കെ എന്താ റിസോഴ്സസ് ആണ് മക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴേ ഞങ്ങൾ 5 പേരാണ്. എൻ്റെയൊക്കെ സന്തോഷം, ഞങ്ങൾ ഈ 5 പേരും ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്ന് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എൻ്റെ പെങ്ങന്മാരുടെ പിള്ളേരൊക്കെ ഉണ്ട്, ഇവിടെ വിളിക്കാറില്ല ആരെയും അങ്ങോട്ടൊന്നും. ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലുണ്ട്. അപ്പോൾ എന്തിനീ പറഞ്ഞു വന്നേ? ഇവിടേക്ക് ആയിരിക്കും ചിലപ്പോൾ കൂടുന്നേ. പറഞ്ഞു വന്നത് അതൊരു സന്തോഷമാണ്. ജൂതന്മാരുടെ അംഗസംഖ്യ പെരുകി. അപ്പോൾ പാലസ്തീനികൾ പ്രശ്നമായപ്പോൾ അവർ ബ്രിട്ടൻ ഇടപെട്ട് പണി ചെയ്തു. ഒരു കാര്യം ചെയ്യും, യോർദാൻ നദി അക്കരെ പാലസ്തീൻ, ഇക്കരെ ജൂതന്മാർ. സമ്മതിച്ചോ? ഇവർ സമ്മതിച്ചു വന്നതിന് ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞു അത് വേണ്ട, നിങ്ങളുടെ സ്ഥലമാണ്, ജൂതം വേണേൽ പൊക്കോട്ടെ. ആറാപാത്തനെ പോലുള്ളവർ ഖത്തറിലൊക്കെ പോയി പിരിച്ച് കാശുണ്ടാക്കി അമ്മാരി മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത്. കോടീശ്വരന്മാരായി ഇവരെ പേര് വെച്ച്. ഇവർക്ക് സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, പട്ടിണിയാണ്. ഈ മിസൈൽ അയക്കുന്ന പൈസ വരെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കൊടുക്കാൻ ആഹാരം ഇല്ലാത്തവന്. ഇതിൻ്റെ വില എന്താണെന്ന് ഓർത്തേക്കുന്നല്ലേ? ഇത് വെച്ച് അടിക്കുന്നേ. കോടികൾ പിരിച്ചിൻ്റെ നേതാക്കന്മാർ. ഇവർക്ക് ഈ യോർദാൻ അക്കരെയുള്ള സ്ഥലം വേണ്ട. യഹൂദന് കൊടുത്താൽ അതൊരു മോശമെന്ന് കരുതി ബ്രിട്ടനൊരു പണി ചെയ്തു. വെറുതെ കിടന്ന രാജ്യം ചോദിക്കാതൊരു പാർട്ടിക്ക് കൊടുത്തു. മെക്കപ്പള്ളിയിൽ സല ചെയ്യുന്ന ബാങ്ക് വിളിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിതെടുത്തോളാൻ. ചോദിക്കാതെ കിട്ടിയ അതാ ഒരു രാജ്യമായത്. ഇപ്പം പിടികിട്ടിയോ? ഹാഷിമികൾ. അതാണ് ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ വല്ലതും പഠിച്ചു വെച്ചിരിക്കുന്ന ജനുസല്ല ഇത് കേട്ടോ, അബ്രാമിക് സ്റ്റോക്ക് അല്ല. എന്താണെന്നറിയണ്ടേ? അമാനെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അല്ല, കക്ഷി ആരാന്നറിയോ? നമ്മുടെ അമോന്യരുടെ അപ്പനാരാന്ന് ഓർക്കാൻ എളുപ്പമുണ്ട്. അപ്പനും വല്യപ്പനും ഒരാളാണ്. മനസ്സിലായോ? ഭാഷക്ക് മനസ്സിലായോ? അപ്പനും വല്യപ്പനും ഒരാളാണ്. അത് മനസ്സിലാക്കാതിരിക്കുക നല്ലത്. പോട്ടെ, ഇതൊന്നും സംശയമായിട്ട് ഇങ്ങോട്ട് എഴുതിയും വിടണ്ട. ഒരു കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കണ്ടോ, യാതൊരു മൊറാലിറ്റി ഇല്ലാത്ത. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പല കാര്യം. നമ്മളൊക്കെ വന്നേഷേ ഇവനും വിളിയുണ്ടായത്, ബോധം ഉണ്ടായത്. പിടികിട്ടിയോ? സംഗതി മനസ്സിലായി. ലോകത്തിൻ്റെ കൊച്ചുമക്കളാണ് ഈ കക്ഷികളെല്ലാം. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം അവിടെ കിടക്കുക. പക്ഷേ ഇസ്രായേൽ എന്താ ഇപ്പോൾ ചെയ്യുന്നറിയണ്ടേ? അവനൊരു വിസ്തീർണം ദൈവം പറഞ്ഞിട്ടുണ്ടോ വചനത്തിൽ? നിനക്കും നിൻ്റെ ജനതയ്ക്കും മിസ്രൈമിര നദിയായ നൈൽ മുതൽ, നൈലിൻ്റെ തീരം മുതൽ ഇടവരെയാണെന്നറിയണ്ടേ, ഇറാഖിൻ്റെ പാതി യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരം വരെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തന്നിരിക്കുന്നു. കണ്ടോ ലോകരാഷ്ട്രത്തിൽ ഇനി വരാൻ വരുന്ന മാറ്റം. അപ്പോൾ അവരുടെ ആ റീഗാദറിങ്ങിൻ്റെ ഘട്ടം മനസ്സിലായോ? അതാ പ്രവാചകൻ എഴുതിയത്. ഞാൻ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്തു വെക്കരുത്.
ദൈവം ഇന്നൊരു പകൽ നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനുശേഷം ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം. എത്ര നേരം വേണേലും നിൽക്കാം, ഒരു കുഴപ്പമില്ല. 10 കണക്ക് കൂട്ടണ്ട, നിങ്ങൾ പോകുന്ന കണക്ക്.